പുണ്യത്തിന്മ നടത്താൻ വരെയുള്ള ശക്തി ഉണ്ടായിരുന്നു. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തിരുവല്ലയ്ക്കടുത്തുള്ള മാന്നാർ പരുമല വലിയ പനയന്നാർക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. തെക്കൻ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രാധാന്യമേറിയ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ വലിയ പനയന്നാർക്കാവ് ക്ഷേത്രം. പമ്പാതയുടെ തീരത്തായിട്ട് ചുറ്റും വലിയ കാവുകൾ വളർന്നു നിൽക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദാരിക നിഗ്രഹത്തിന് ശേഷമുള്ള ഉഗ്രകോപത്തിൽ നിൽക്കുന്ന ആ ഒരു ദേവിയുടെ ഭാവത്തിലാണ് ഇവിടെ ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഒരു കാലത്ത് ഈ ക്ഷേത്രത്തിൻ്റെ സമീപത്തുകൂടി ആൾക്കാർ നടക്കാൻ പോലും ഭയപ്പെട്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു രീതികളിലൊക്കെ മാറ്റം വരുത്തി ഭഗവതിയുടെ ആ ഒരു ഉഗ്രശക്തി കുറയ്ക്കുന്നതിന് വേണ്ടി ദേവിയുടെ കിഴക്കോട്ടുള്ള ആ ഒരു ശ്രീകോവിൽ എന്നേക്കുമായിട്ട് അടയ്ക്കുകയും ചെയ്തു. പണ്ട് കാലത്ത് ആ ഒരു ബലികളൊക്കെ നടന്നിരുന്ന ആ ഒരു ബലിക്കല്ല് ആ ശ്രീകോവിലിന് മുമ്പിൽ ഇപ്പോഴും നമുക്ക് കാണാം. ബലി എന്ന് പറയുമ്പോൾ മൃഗബലി മാത്രമല്ല, നരബലി കൂടി നടന്നിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ കരുതണം. അപ്പം അതുപോലെ തന്നെ കടമറ്റത്ത് കത്തനാരുടെ ഐതിഹ്യത്തിൽ പറയുന്ന ആ ഒരു കള്ളിയങ്കാട്ട് നീലി എന്ന് പറയുന്ന ഒരു യക്ഷീസങ്കല്പം ഉണ്ടല്ലോ, ആ ഒരു ഉഗ്ര യക്ഷീസങ്കല്പത്തെ കുടിയിരുത്തിയിരിക്കുന്നതും ഈ ഒരു ക്ഷേത്ര മതിൽക്കകത്താണ്. അപ്പം അതുപോലെ തന്നെ അത്യപൂർവമായിട്ടുള്ള ശൂലിനിയുടെ പ്രതിഷ്ഠ. അപ്പോൾ അതൊരു തൃശൂലത്തിൻ്റെ മധ്യത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്ന രീതിയിലാണ്. അതും വളരെ അപൂർവമായിട്ടുള്ളൊരു പ്രതിഷ്ഠയാണ്. അതും ഈ പ്രധാന ശ്രീകോവിലിനോടനുബന്ധിച്ച് തന്നെയാണ് ഈ ശൂലിനിയുടെ പ്രതിഷ്ഠയുള്ളത്. ഇപ്പോൾ ശരിക്കും ഇതൊരു ഭദ്രകാളി ക്ഷേത്രം എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് യഥാർത്ഥത്തിലൊരു മഹാദേവ ക്ഷേത്രമാണ്. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 മഹാദേവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ പനയന്നാർക്കാവ് ക്ഷേത്രം. വടക്കൻ മലബാറിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മാമാനിക്കുന്ന്, മാടായിക്കാവ്, അതുപോലെ തന്നെ കോഴിക്കോടിനടുത്തുള്ള അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ദേവീക്ഷേത്രം, കൊടുങ്ങല്ലൂരിലെ ശ്രീകുരുമ്പക്കാവ്, നമ്മുടെ തെക്കൻ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തിരുവല്ലയിലെ മുത്തൂറ്റുകാവ്, ഈ പനയന്നാർക്കാവ് ക്ഷേത്രം, ഇതൊക്കെ തന്ത്രശാസ്ത്രത്തിലെ വളരെ ഗൂഢമായ ഒരു പദ്ധതിയിൽപ്പെട്ട രുരുജിത് വിധാനത്തിൽപ്പെട്ട ക്ഷേത്രങ്ങളാണിതെല്ലാം. ഇത്തരത്തിൽപ്പെട്ട 15ഓളം കാവുകൾ മാത്രമാണ് നമ്മുടെ കേരളത്തിലുള്ളതെന്ന് അറിയുമ്പോൾ എത്രത്തോളമാണ് ഈ ക്ഷേത്രങ്ങളുടെ പ്രാധാന്യമെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. അതായത് ഇവിടങ്ങളിലൊക്കെ ആ പണ്ട് കാലത്ത് നിലനിന്നിരുന്ന ഉണ്ടായിരുന്ന ആ ഒരു ശ്രീചക്ര പ്രതിഷ്ഠയും അതിനോടനുബന്ധിച്ചുള്ള കൗള സമ്പ്രദായത്തിലുള്ള ആരാധനാ മാർഗങ്ങളൊക്കെയാണ് നിലനിന്ന് പോന്നിരുന്നത്. കോഴിക്കോടിനപ്പുറത്തേക്കുള്ള ചില ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും ഈ ഒരു സമ്പ്രദായങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട്. അതായത് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ മൃഗബലിയും നരബലിയൊക്കെ പണ്ട് കാലത്ത് നടന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന ക്ഷേത്രങ്ങൾ. എങ്കിലും കോഴിയെ വെട്ടുക അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചില ക്ഷേത്രങ്ങൾ ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ മാംസാഹാരം നേദിക്കുക. പക്ഷെ അതൊന്നും ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ തിരുമാന്താംകുന്നിലും ഈ പനയന്നാർക്കാവിലും മുത്തൂറ്റുകാവിലും ഒന്നും അത്തരം കൊടുങ്ങല്ലൂരൊന്നും അത്തരം ആചാരങ്ങൾ പതിവില്ല. കോഴിക്കോടിനപ്പുറത്തേക്കുള്ള ചില ക്ഷേത്രങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അവിടങ്ങളിലൊക്കെ പൂജകൾ കഴിക്കുന്നത് പോലും ഭട്ടാരകന്മാർ എന്ന് പറയുന്ന ബ്രാഹ്മണരിലെ തന്നെ ഒരു പ്രത്യേക വിഭാഗമാണ്. അപ്പോൾ അവർ മാംസഭക്ഷണമൊക്കെ കഴിക്കുന്നവരാണ്. അപ്പോൾ ഇവിടങ്ങളിൽ അങ്ങനെയല്ല, സാധാരണ ബ്രാഹ്മണരെയാണ് പൂജ കഴിക്കുന്നത്. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളും വിശേഷങ്ങളൊക്കെയുള്ള ഈ ഒരു പനയന്നാർക്കാവ് ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. ഇപ്പോൾ ശരിക്കും നമ്മൾ ചില മാന്ത്രിക നോവലിലൊക്കെ ചില സിറ്റുവേഷൻസ് വായിക്കാറില്ല. ഏറ്റുമാനൂർ ശിവകുമാറിൻ്റെയൊക്കെ മാന്ത്രിക നോവലുകളിൽ ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ വിവരിച്ചിട്ടുണ്ടാവും. ശരിക്കും ആ ഒരു സിറ്റുവേഷനിൽ പറയുന്ന അതുപോലുള്ള ആ ഒരു ഭയഭക്തി ബഹുമാനത്തോടു കൂടി മാത്രമേ നമുക്ക് ഈ ഒരു ക്ഷേത്ര സങ്കേതത്തിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുകയുള്ളൂ. ഈ ക്ഷേത്രത്തിന് ചുറ്റും വലിയ കാവുകളാണുള്ളത്.
അതിൻ്റെ നടുക്ക് പുരാതനമായ ഈ ഒരു പ്രത്യേക നിർമ്മാണ ശൈലിയിലുള്ള ഒരു ക്ഷേത്രവും. തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ഒന്ന് പോയി കാണണം, എല്ലാവരും ഒന്ന് പോയി കാണണം. എന്തായാലും ഈ വീഡിയോ മുഴുവനൊന്ന് കാണുക. നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം. രുരുജിത് വിധാനത്തിൽപ്പെട്ട ഇത്തരം ക്ഷേത്രങ്ങളിലെല്ലാം പ്രധാന പ്രതിഷ്ഠ ശിവനാണെങ്കിലും പ്രാധാന്യം കൂടുതൽ ഭദ്രകാളിക്കായിരിക്കും. രുരുജിത്ത്, ദാരികജിത്ത്, മഹിഷജിത്ത് എന്നിങ്ങനെ വ്യത്യസ്ത ഭാവങ്ങളിലുള്ള കാളി പ്രതിഷ്ഠകൾ ഭാരതത്തിലുണ്ട്. എന്നാൽ കേരളത്തിൽ കാണപ്പെടുന്നത് കാശ്മീരി താന്ത്രിക ശൈലിയിലുള്ള രുരുജിത്താണ്. അതായത് രുരു എന്ന അസുരനെ വധിച്ച ദേവീഭാവത്തിലുള്ള പ്രതിഷ്ഠ എന്നാണ് അർത്ഥം. ഇത്തരം ക്ഷേത്രങ്ങളുടെ ക്ഷേത്ര നിർമ്മാണ ശൈലി തന്നെ മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്തമായിരിക്കും. സാധാരണ ക്ഷേത്രങ്ങളിൽ എല്ലാ പരിവാരങ്ങളോടും കൂടിയ പ്രധാന ദേവൻ, ഉപദേവന്മാർ ഇങ്ങനെയാണെങ്കിൽ രുരുജിത് വിധാനത്തിൽപ്പെട്ട ക്ഷേത്രങ്ങളിൽ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ദർശനമായി ഭൈരവ സ്വരൂപനായ ശിവൻ, വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ കിഴക്കോട്ടോ ദർശനമായി മാതൃസ്ഥാനത്ത് രുരുജിത്ത് എന്ന ഉഗ്രഭദ്രകാളി സങ്കല്പം ഒറ്റയ്ക്കോ സപ്തമാതൃക്കൾക്കൊപ്പം പ്രതിഷ്ഠിക്കുകയും വടക്കോട്ട് ദർശനമായി വീരഭദ്രനും സപ്തമാതൃക്കളും ഉൾപ്പെട്ട ദീർഘചതുരാകൃതിയിലുള്ള മാതൃശാലയും, പിന്നെ ചുറ്റമ്പലത്തിന് വെളിയിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി ക്ഷേത്രപാലൻ്റെ പ്രതിഷ്ഠയുമാണ് രുരുജിത് വിധാനത്തിലുള്ള ആ ഒരു ക്ഷേത്ര നിർമ്മാണ രീതി. ഇതിലും ചില സ്ഥലങ്ങളിലൊക്കെ വ്യത്യാസങ്ങൾ കാണാം. ഈ വിധാനത്തിൽപ്പെട്ട ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എടുത്തു പറയേണ്ട ചില പ്രത്യേകതകൾ പനയന്നാർക്കാവിലുണ്ട്. കൊടുങ്ങല്ലൂരും തിരുമാന്താംകുന്നിലുമൊക്കെ ശിവൻ്റെ ശ്രീകോവിൽ കിഴക്കോട്ട് ദർശനമാണെങ്കിൽ ഇവിടെ ശിവൻ്റെ ശ്രീകോവിൽ പടിഞ്ഞാറ് ദർശനമാണ്. അതുപോലെ ഈ 4 ക്ഷേത്രങ്ങളിലും സപ്തമാതൃകൾക്കൊപ്പം ഭഗവതിയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിലും ഭഗവതിക്ക് പ്രത്യേകമായി ഒരിക്കലും തുറക്കാത്ത ഒരു ശ്രീകോവിൽ കിഴക്കോട്ട് ദർശനമായുള്ളതും പനയന്നാർക്കാവിൽ മാത്രമാണ്. കൊടുങ്ങല്ലൂരിൽ ഒരിക്കലും തുറക്കാത്ത ഒരു ശ്രീകോവിലുണ്ടെങ്കിലും അത് പടിഞ്ഞാറ് ദർശനമാണ്. കൂടാതെ ഇവിടെ അത്യപൂർവമായ ശൂലിനിയുടെ ഒരു പ്രതിഷ്ഠയുമുണ്ട്. കൂടാതെ ഇവിടെ ആനയെ എഴുന്നള്ളിക്കാൻ പാടില്ല, ധ്വജപ്രതിഷ്ഠയില്ല, അങ്ങനെ പലതും. രുരുജിത് വിധാനത്തിൽ കാശ്മീര ശൈവമാർഗത്തിൽ പ്രസിദ്ധമായ കാലസംഘർഷിണി, മഹാർത്ഥ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഉഗ്രമായ ദേവീസങ്കല്പങ്ങളും താന്ത്രിക വിഭാഗത്തിലെ അതിപ്രധാനമായ ശ്രീവിദ്യാ പദ്ധതിയിലെ ത്രിപുരസുന്ദരി ഭാവങ്ങളുമൊക്കെ കടന്നു വരുന്നുണ്ട്. രുരുജിത് വിധാനത്തിലുള്ള ക്ഷേത്രങ്ങൾ കൂടുതലും മലബാർ ഭാഗത്താണ്. കൊച്ചിയിലും തിരുവിതാംകൂറിലും വളരെ അപൂർവമാണ്. ഒരു കാലത്ത് രാജാക്കന്മാരുടെ അധീനതയിലായിരുന്നു മിക്ക ക്ഷേത്രങ്ങളും. രാജ്യരക്ഷയ്ക്കായി സ്ഥാപിച്ചതാണ് ഇത്തരം ക്ഷേത്രങ്ങൾ എന്ന് തന്നെ കരുതാം. ഒറ്റ നോട്ടത്തിൽ ഭദ്രകാളി സങ്കല്പമാണെങ്കിലും പൂജാസമ്പ്രദായവും ധ്യാനസങ്കല്പങ്ങളും ഒക്കെ വളരെ വ്യത്യാസമായിരിക്കും. മാതൃസദ്ഭാവം, ശേഷസമുച്ചയം തുടങ്ങിയ ഗ്രന്ഥങ്ങളിലാണ് ഈ വിധാനങ്ങളെപ്പറ്റി വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നത്. ഇത്രയും കൂടുതലായി പറഞ്ഞത് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ഇത്തരം ക്ഷേത്രങ്ങളുടെ പ്രത്യേകത മനസ്സിലാവുന്നതിനാണ്. പറമ്പൂർ ഭട്ടതിരിമാർക്കാണ് ഈ ക്ഷേത്രത്തിൻ്റെ താന്ത്രികാവകാശം. അതുപോലെ ഇവിടെയുള്ള ആദിശർ കുടുംബത്തിനാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥാവകാശവും. നമുക്കിനി ഈ പനയന്നാർക്കാവിൻ്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഒന്ന് നോക്കാം. പനയന്നാർക്കാവ് എന്നത് ലോപിച്ചാണ് പനയന്നാർക്കാവ് എന്ന പേരുണ്ടായതെന്ന് പറയപ്പെടുന്നു. ഒരു കാലത്ത് ധാരാളം പനകൾ ഇവിടെ ഉണ്ടായിരുന്നു അത്രേ. അതുകൊണ്ടാണ് അന്ന് അങ്ങനെ വിളിച്ചിരുന്നത്. 13-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഉണ്ണുനീലി സന്ദേശത്തിലും കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലൊക്കെ പ്രതിപാദിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. പഴയ തിരുവിതാംകൂറിൻ്റെ അമ്മദൈവ സങ്കല്പങ്ങളിൽ അതിഘോരയും രൗദ്രയും രുധിരപ്രിയയുമായിട്ടാണ് തിരുവല്ല ദേശത്തെ പരുമല പനയന്നാർക്കാവിലമ്മയെ പഴയ തലമുറക്കാർ കരുതി പോന്നിരുന്നത്. വടക്കിന് കാളി തിരുമാന്താംകുന്നും നടുക്ക് കൊടുങ്ങല്ലൂർ കുരുമ്പയും തെക്കിന് പമ്പയാറ്റിൻകരയിൽ ദൃഷ്ടി വെച്ചമർന്ന വലിയ പനയന്നാർക്കാവുമെന്നത് പഴയ ചൊല്ല്.
പമ്പാനദിയുടെ തീരത്തായി നന്നായി സംരക്ഷിക്കപ്പെട്ട 5ഓളം വലിയ കാവുകളുടെ മധ്യത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യവും ഈ കാവുകൾ തന്നെയാണ്. നട്ടുച്ചയ്ക്ക് പോലും ഒരു തരി സൂര്യപ്രകാശം താഴേക്ക് വരാത്ത വിധത്തിൽ ഇടതൂർന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആകാശം മുട്ട വളർന്നു നിൽക്കുന്ന വൻവൃക്ഷങ്ങളും അവയിൽ തൂങ്ങിയാടുന്ന കെട്ടുപിണഞ്ഞ സർപ്പങ്ങളെപ്പോലെയുള്ള വലിയ വള്ളികളും കാവുകൾക്കുള്ളിൽ പുരാതനമായ നാഗവിഗ്രഹങ്ങളും അപൂർവങ്ങളായ പക്ഷികളുടെയും ജീവികളുടെയുമൊക്കെ ശബ്ദങ്ങളും ഭക്തിയേക്കാൾ ഉപരി അല്പം ഭയത്തോടെ മാത്രമേ അതിനുള്ളിലൂടെ നടക്കാനാവൂ. ഈ കാവുകൾക്കുള്ളിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ പ്രവേശനമുള്ളൂ. നിത്യവും പ്രവേശനമുള്ളത് ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശത്തുള്ള മാണക്കാവാണ്. വടക്കുവശത്താണ് പ്രധാന ക്ഷേത്ര കവാടം. മുൻവശത്തായി ഒരു വലിയ ആൽമരം തണൽ വിരിച്ചു നിൽപ്പുണ്ട്. അതിൻ്റെ വലതുവശത്തായി ദേവസ്വം ഓഫീസും മൂലസ്ഥാനമായ പള്ളിയറ ഭഗവതി ക്ഷേത്രവും കാണാം. ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് എന്നാൽ വിശാലമായ മതിൽക്കെട്ടിനുള്ളിൽ തിങ്ങി നിറഞ്ഞു വളർന്നു നിൽക്കുന്ന കാവുകളും അതിൻ്റെ നടുവിലായി ക്ഷേത്രവും. നടപ്പന്തലിലൂടെ വീണ്ടും മുൻപോട്ട് എന്നാൽ ഇരുനിലകളിലായി നിർമ്മിച്ച നാലമ്പലത്തിൻ്റെ കവാടത്തിന് മുൻപിലായി ഇരുവശത്തും വലിയ 2 കൽവിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നാലമ്പലത്തിൻ്റെ വടക്കേ വാതിൽപ്പുരയുടെ മുൻപിലായി ശിലയിൽ നിർമ്മിച്ച 2 ദ്വാരപാലകരുടെ വിഗ്രഹം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ തടിയിൽ നിർമ്മിച്ച ധാരാളം ചിത്രപ്പണികളോടുകൂടിയ നവഖണ്ഡങ്ങളും മറ്റും കാണാം. നാലമ്പലം ഓടുമേഞ്ഞതും ആ പഴയകാല നിർമ്മിതി നിലനിർത്തിയിരിക്കുന്നതുമാണ്. എന്നാൽ അകത്തെ ശ്രീകോവിലുകളും മണ്ഡപവുമെല്ലാം പുനരുദ്ധരിച്ച് ചെമ്പ് മേഞ്ഞിട്ടുണ്ട്. ആദ്യം നമ്മൾ കയറി ചെല്ലുന്നത് മഹാദേവൻ്റെ ശ്രീകോവിലിന് മുമ്പിലേക്കാണ്. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശിവലിംഗങ്ങളിൽ ഒന്നാണിത്. ഏതാണ്ട് 2.5 അടിയോളം വലിപ്പമുള്ള ശിവലിംഗമാണ്. മഹാദേവൻ്റെ ശ്രീകോവിലിനുള്ളിൽ വലതുവശത്തായി ഒരു ഗണപതി പ്രതിഷ്ഠ കൂടിയുണ്ട്. മഹാദേവൻ്റെ ശ്രീകോവിലിന് മുൻപിലായി 4 കരിങ്കൽ തൂണുകളിൽ നിർമ്മിച്ചിരിക്കുന്ന മണ്ഡപം. ഇതിൻ്റെ മുകളിലായിട്ട് ധാരാളം കൊത്തുപണികളും കാണാം. ഇവിടെ നാലമ്പലത്തിന് പുറത്താണ് വലിയ വെലിക്കല്ല്. അതിനു മുൻപിലായി ഭഗവാനെ നോക്കിക്കൊണ്ട് പിത്തള പൊതിഞ്ഞ ഒരു ഋഷഭ വിഗ്രഹവും കാണാം. അതുപോലെ നാലമ്പലത്തിനുള്ളിൽ മുഴുവനും കരിങ്കൽ പാളികൾ പാകിയിട്ടുണ്ട്. വടക്കുവശത്തെ വാതിലിലൂടെ കയറി വരുമ്പോൾ തന്നെ മണ്ഡപത്തിൻ്റെ ഇടയിലൂടെ തെക്കുഭാഗത്തുള്ള ഇരുനില ശ്രീകോവിൽ കാണാം. മണ്ഡപം ചുറ്റി ഭഗവതിയുടെ ശ്രീകോവിലിന് മുൻപിലെത്തിയാൽ ദാരുവിഗ്രഹത്തിൽ നിർമ്മിച്ച ശാന്തസ്വരൂപിണിയായ ചാമുണ്ഡി ദേവിയെയും പുറകിലായി സപ്തമാതൃക്കളെയും കണ്ടു തൊഴാം. ഇവിടെ ശ്രീകോവിലിന് 3 വാതിലുകളുണ്ട്. പക്ഷേ മധ്യത്തിലുള്ള ചാമുണ്ഡി ദേവിയുടെ ശ്രീകോവിൽ മാത്രമേ നിത്യവും തുറക്കുകയുള്ളൂ. എല്ലാ മലയാള മാസം 1-ാം തീയതിയും മറ്റു ചില വിശേഷ അവസരങ്ങളിൽ മാത്രമേ ഈ 3 വാതിലുകളും തുറക്കുകയുള്ളൂ. ഏകദേശം 4 അടിയോളം വലിപ്പമുള്ള ദാരുവിഗ്രഹമാണ് ചാമുണ്ഡി ദേവിയുടേത്. ഈ വിഗ്രഹത്തിലാണ് ചാന്താട്ടവും മറ്റും നടത്താറുള്ളത്. ബഹുവേര സമ്പ്രദായത്തിലായതുകൊണ്ട് അഭിഷേകവും മറ്റ് പൂജകളും മറ്റും മുൻപിലുള്ള ശിലാപീഠത്തിലേക്ക് ദേവിയെ ആവാഹിച്ചാണ് ചെയ്യുക. ഭഗവതിയുടെ മുൻപിലായി വലതുഭാഗത്ത് പടിഞ്ഞാറ് അഭിമുഖമായി വീരഭദ്രനും ഇടത് ഭാഗത്ത് കിഴക്ക് അഭിമുഖമായി ഗണപതിയുടെ പ്രതിഷ്ഠയുമുണ്ട്. ഗണപതിയുടെ വടക്കുഭാഗത്തായി മുൻപേ പറഞ്ഞ ഇവിടുത്തെ മാത്രം പ്രത്യേകതയായ നാട്ടി നിർത്തിയിരിക്കുന്ന ഒരു ത്രിശൂലത്തിന് മധ്യത്തിലായി ശൂലിനി ദേവിയുടെ പ്രതിഷ്ഠയുമുണ്ട്. ഈ 3 വാതിലുകളും തുറക്കുന്ന സമയത്ത് മാത്രമേ ഗണപതിയെയും ശൂലിനി ദേവിയെയും ഒക്കെ കണ്ടു തൊഴാൻ സാധിക്കുകയുള്ളൂ. ചാമുണ്ഡി ദേവിയുടെ പിന്നിലായി ഭിത്തിയോട് ചേർന്ന് ബ്രഹ്മാണി, മാഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, ഇന്ദ്രാണി, ചാമുണ്ഡി തുടങ്ങിയ സപ്തമാതാക്കളുടെ വിഗ്രഹങ്ങൾ. ഈ വിഗ്രഹങ്ങളും സാമാന്യം വലിപ്പമുള്ളതാണ്. ചാമുണ്ഡി ദേവിയുടെ ശ്രീകോവിലിന് മുൻപിൽ നിന്നും കിഴക്ക് വശത്തേക്ക് എന്നാൽ മുഖമണ്ഡപം പോലെ കാണപ്പെടുന്ന പൂമുഖ അറയിലാണ് ഭദ്രകാളിയുടെ യഥാർത്ഥ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഉഗ്രഭാവത്തിലുള്ള ചതുർബാഹുവായ ദേവി വിഗ്രഹമാണ് അതിപുരാതന കാലത്ത് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അഭയവരത ഹസ്തങ്ങളും കരവാളും ദാരികശിരസും വഹിച്ച കൈകളോടെയാണ് ഭഗവതി പനയന്നാർക്കാവിലെത്തുന്ന ഭക്തരെ അനുഗ്രഹിക്കുന്നതെങ്കിലും അത്യുഗ്രമൂർത്തിയായ ഭഗവതിക്ക് മുൻപിലേക്ക് ആരും ചെല്ലാൻ പാടില്ലാത്തതിനാൽ ശ്രീകോവിൽ നട സ്ഥിരമായി അടച്ചിരിക്കുകയാണ്. സോപാനപ്പടികൾ ചുവന്ന പട്ടുകൊണ്ട് മൂടിയിട്ടുണ്ട്. അടഞ്ഞുകിടക്കുന്ന ശ്രീകോവിലിൻ്റെ വാതിലിന് മുൻപിൽ സോപാനപ്പടികൾക്ക് മുൻപിലായി മധ്യത്തിൽ വളരെ പഴക്കമുള്ള ഒരു തൂക്കുവിളക്ക് പ്രഭയോടെ കത്തി നിൽക്കുന്നു. ശ്രീകോവിലിന് മുൻപിലായി ഭക്തജനങ്ങൾ വഴിപാടായി സമർപ്പിക്കുന്ന നാന്തകം വാളുകളും ഓട്ടുമണികളുമൊക്കെ ധാരാളം നിരന്നു കിടപ്പുണ്ട്.
ശ്രീകോവിലിൻ്റെ മുഖപ്പിലും രണ്ടാം നിലയിലുമൊക്കെ മുകൾ ഭാഗത്ത് പുറത്തേക്ക് ചെരിഞ്ഞ് ഉത്തരം താങ്ങി നിൽക്കുന്നത് പോലുള്ള കൊത്തുപണികളും ദാരുശില്പങ്ങളുമൊക്കെ ധാരാളമുണ്ട്. അതിപുരാതനമായ ക്ഷേത്രങ്ങളിലാണ് ഇതുപോലുള്ള നിർമ്മിതികൾ കൂടുതലും കാണപ്പെടുന്നത്. ഭദ്രകാളിയുടെ ശ്രീകോവിലിന് മുൻപിൽ തിരുമറ്റത്തായി ഒരു ബലിക്കല്ല് കാണാം. പണ്ട് മൃഗബലി നടത്തിയിരുന്നത് ഇവിടെയായിരുന്നു അത്രേ. അതൊക്കെ നിന്നു പോയതുകൊണ്ടാവും ഭഗവതി കോപം ഭയന്ന് കിഴക്കേ നട അടച്ചു കാണുന്നത്. ഈ നട തുറക്കാറില്ലെങ്കിലും ഇടതുവശത്തുള്ള മേരു ചക്രത്തിൽ നിത്യവും പൂജകൾ നടക്കുന്നുണ്ട്. ബാക്കി പൂജകളും ചാന്താട്ടവുമൊക്കെ നടക്കുന്നത് ചാമുണ്ടിയെന്നും കാളിയെന്നുമൊക്കെ വിശേഷിപ്പിക്കുന്ന സപ്തമാതൃക്കളുടെ കൂടെയുള്ള ദാരുവിഗ്രഹത്തിന് മുൻപിലാണ്. ശിവന്റെയും ഭദ്രകാളിയുടെയും ശ്രീകോവിലിന് ചുറ്റും ചുവർച്ചിത്രങ്ങളുണ്ട്. കാലപ്പഴക്കത്താൽ നിറം മങ്ങിത്തുടങ്ങിയെങ്കിലും പനയന്നാർക്കാവിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. രാമായണം, മഹാഭാരതം, ഭാഗവതം, ദേവീഭാഗവതം എന്നീ ഇതിഹാസങ്ങളിലെ കഥാഭാഗങ്ങളാണ് കൂടുതലും വരച്ചിട്ടുള്ളത്. ശിവന്റെ ശ്രീകോവിലിൻ്റെ ഭിത്തിയിൽ മഹാഭാരത കഥകളും അനന്തശയനവുമൊക്കെ കാണാം. അതുപോലെ ഭഗവതിയുടെ ശ്രീകോവിലിൻ്റെ ഭിത്തിയിൽ ദേവേന്ദ്രൻ്റെ ഒരു അപൂർവ ചിത്രവും ശ്രീകൃഷ്ണൻ്റെ ബാലലീലകളും നരസിംഹം, കിരാതശിവൻ, ദുർഗ തുടങ്ങിയവരുടെ ചിത്രങ്ങളും കാണാം. പ്രകൃതിദത്തമായ പച്ചിലച്ചാറുകളും പനച്ചക്കായ്ക്കറ പശ തുടങ്ങിയ നിറക്കൂട്ടുകൾ കൊണ്ടും അനുഗ്രഹീത കലാകാരന്മാർ വരച്ചിരിക്കുന്ന ചുമർചിത്രങ്ങളാണിവ. ചിലതൊക്കെ മങ്ങിത്തുടങ്ങിയെങ്കിലും രണ്ടാമത് ഇതുപോലെ വരയ്ക്കുകയോ ഉള്ളത് തെളിക്കുകയോ പോലും ചെയ്യാൻ സാധിക്കാത്തതിനാൽ ഉള്ളത് അതുപോലെ സംരക്ഷിക്കുന്നതിനായി ചുറ്റും വേലികൾ കെട്ടി തിരിച്ചിട്ടുണ്ട്. ഇനി നാലമ്പലത്തിന് വെളിയിൽ തിരുമുറ്റത്ത് വടക്കുകിഴക്ക് ഭാഗത്തായി ഭൂതക്കാളി, കൊടുങ്കാളി, കരിങ്കാളി എന്നിങ്ങനെ ഒരു ശ്രീകോവിലിൽ 3 പ്രതിഷ്ഠകളുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ ക്ഷേത്രപാലൻ്റെ ശ്രീകോവിലും കാണാം. തെക്ക് കിഴക്കേ മൂലയിലേക്ക് എന്നാൽ കാവിനരികിൽ രക്ഷസനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കൂടാതെ മഹാഗണപതി, ധർമ്മശാസ്താവ്, അന്നപൂർണേശ്വരി, കടമറ്റത്തു നിന്നും വന്ന കള്ളിയങ്കാട്ട് നീലി എന്ന യക്ഷി സങ്കല്പം, മതിൽക്കെട്ടിനുള്ളിൽ വടക്കുകിഴക്ക് ഭാഗത്ത് സ്റ്റേജിൻ്റെ അടുത്തായി ജഡ്ജിയമ്മാവൻ്റെ അനന്തരവൻ പത്മനാഭപിള്ളയെ കുടിയിരുത്തിയിരിക്കുന്ന ഭാഗം, മതിൽക്കെട്ടിന് പുറത്ത് ആൽത്തറയ്ക്ക് വടക്കു പടിഞ്ഞാറ് ഭാഗത്തായി മൂലസ്ഥാനമായ പള്ളിയറ ക്ഷേത്രത്തിൽ ശ്രീ ദുർഗാഭഗവതിയുടെ പ്രതിഷ്ഠയുമുണ്ട്. അതിൻ്റെ പുറകിലായി കാണുന്നതാണ് പടിഞ്ഞാറ്റേടത്ത് കൊട്ടാരം. പിന്നെ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കാവുകളിലെ നാഗപ്രതിഷ്ഠകളും. ഇത്രയുമാണ് ഈ ക്ഷേത്രത്തിലെ ദേവതാ സങ്കല്പങ്ങൾ. ഐതിഹ്യം പറയുകയാണെങ്കിൽ ദ്വാപരയുഗത്തോളം പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രമെന്ന് വിശ്വസിക്കപ്പെടുന്നു. മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യമായ ഉണ്ണുനീലി സന്ദേശകാവ്യത്തിലും പനയന്നാർക്കാവിലെ ഭഗവതിയെ ഭയഭക്തി ബഹുമാനത്തോടെയാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്. ദ്വാപരയുഗ കാലത്ത് ശ്രീ പാർവതീ പരമേശ്വരന്മാരുടെ ആഗ്രഹപ്രകാരം ദുർവാസാവ് മഹർഷിയും നാരദ മഹർഷിയും ചേർന്ന് ക്ഷേത്ര നിർമ്മാണത്തിന് അനുയോജ്യമായ ഒരു സ്ഥലം തേടി പലയിടങ്ങളിൽ സഞ്ചരിച്ച് അവസാനം പമ്പാ നദിക്കരയിൽ കാട് പിടിച്ചു കിടന്ന ഈ സ്ഥലമാണ് അവർ കണ്ടെത്തിയത്. ഇരുവരും പരശുരാമനെ ക്ഷണിച്ചു വരുത്തി ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു. പരശുരാമൻ അവിടെ ഒരു ശ്രീകോവിൽ നിർമ്മിച്ച് പരിപാവനമായ ഒരു ശിവലിംഗം പടിഞ്ഞാറ് അഭിമുഖമായി പ്രതിഷ്ഠിച്ചു. പമ്പ, മണിമല, അച്ചൻകോവിൽ എന്നീ 3 നദികൾ ചേരുന്ന ത്രിവേണി സംഗമത്തിലേക്ക് ഭഗവാൻ നോക്കിയിരിക്കുന്നതായാണ് വിശ്വാസം. പിന്നീട് പാർവതീദേവിയുടെ ആഗ്രഹപ്രകാരം ശിവന്റെ ശ്രീകോവിലിന് തെക്കുഭാഗത്ത് ദുർവാസാവും നാരദ മഹർഷിയും ചേർന്ന് കിഴക്കോട്ട് ദർശനമായി ഭദ്രകാളിയെയും അതിന് പടിഞ്ഞാറായി വടക്കോട്ട് ദർശനമായി ചാമുണ്ടി, വീരഭദ്രൻ, സപ്തമാതൃക്കൾ, ശൂലിനി എന്നിവരെയും പ്രതിഷ്ഠിച്ചു. ചുറ്റമ്പലത്തിന് പുറത്തായി ഭൂതക്കാളി, കൊടുങ്കാളി, കരിങ്കാളി എന്നിവരെയും ചുറ്റുമുള്ള കാടുകളിൽ നാഗപ്രതിഷ്ഠകളും നടത്തി. ഇതിൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള മാണക്കാവിൽ പരശുരാമൻ കുടിയിരുത്തിയ നാഗപ്രതിഷ്ഠകളാണ് എന്നും വിശ്വസിക്കപ്പെടുന്നു. വിഗ്രഹപ്രതിഷ്ഠകളെല്ലാം കഴിഞ്ഞ് ഭദ്രകാളിയെ പൂജിക്കാനായി നാരദ മഹർഷി കിഴക്കേ ശ്രീകോവിലെത്തി. പലവിധ ആയുധങ്ങളുമേന്തി ദാരിക ശിരസുമായി 16 തൃക്കൈകളോടെ ദാരിക നിഗ്രഹത്തിന് ശേഷമുള്ള അത്യുഗ്ര കോപത്തോടെ നിൽക്കുമ്പോഴാണ് നാരദ മഹർഷി പൂജയ്ക്കായി ചെല്ലുന്നത്. അണ്ഡകടാഹത്തെ വിറപ്പിക്കും വിധം അലറിക്കൊണ്ട് ദേവി തൃശൂലം കൊണ്ട് നാരദ മഹർഷിയെ ദൂരേക്ക് കോരി എറിഞ്ഞു കളഞ്ഞു. ഇത് കണ്ട് ഭയന്ന ദേവന്മാരും മഹർഷിമാരുമൊക്കെ ഓടിയെത്തി ദേവിയെ സ്തുതിക്കാൻ തുടങ്ങി. കോഴി, ആട്, ആന എന്നീ മൃഗങ്ങളെയൊക്കെ ബലി കൊടുത്തു.
കിഴക്കേ നടയിൽ ഒരു രക്തക്കളം തന്നെ രൂപം കൊണ്ടു. എന്നിട്ടും ശാന്തയാകാതെ ഭഗവതി അരുളി ചെയ്തു, 16 കൈകളോടെ ആയുധവുമേന്തി നിൽക്കുന്ന എന്നെ പ്രതിഷ്ഠിച്ചാൽ ഞാൻ യുദ്ധതൽപരയായി തീരില്ലേ? അതിനാൽ 4 തൃക്കൈകളോടെ മാത്രം എന്നെ പുനഃപ്രതിഷ്ഠിച്ച് ഇടതുവശത്തായി ഒരു മേരുചക്രം സ്ഥാപിച്ച് അവിടെ പൂജകൾ നടത്തുകയും ചെയ്താൽ ഇതിന് പരിഹാരമാകും. ദേവിയുടെ നിർദ്ദേശമനുസരിച്ച് ഉടനെ തന്നെ ആദ്യ വിഗ്രഹം മാറ്റി അഭയവരത മുദ്രകളോടും കരവാളും ദാരിക ശിരസോടും കൂടിയ ചതുർബാഹുവായ ദേവിയുടെ പുതിയ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. എങ്കിലും കിഴക്കേ നടയിലെ ആ ദേവി ഉഗ്രമൂർത്തിയായതിനാൽ അവിടുത്തെ നട അടച്ചിടാനും ചാന്താട്ടവും മറ്റു പൂജകളുമൊക്കെ വടക്കേ നടയിൽ നടത്താനും മഹർഷിമാർ നിർദ്ദേശിച്ചു. 108 ബ്രാഹ്മണ കുടുംബങ്ങളെ ഈ ദേശത്തേക്ക് ക്ഷണിച്ചു വരുത്തി ക്ഷേത്രത്തിൻ്റെ ഊരാൺമാവകാശം അവർക്ക് നൽകി ശ്രദ്ധാപുരസരം ക്ഷേത്രം പരിപാലിക്കുവാനുള്ള നിർദ്ദേശം നൽകിയിട്ടാണ് മഹർഷിമാർ മടങ്ങിപ്പോയത്. ആദ്യകാലങ്ങളിൽ ഓരോ കുടുംബവും ക്ഷേത്രത്തിലെ പൂജകൾ നടത്തി വന്നു. ഈ 108 ബ്രാഹ്മണ കുടുംബങ്ങളിൽ ഒരില്ലമൊഴികെ ബാക്കി എല്ലാവരും സമ്പന്നരായിരുന്നു. ബാക്കിയുള്ളവർക്ക് ക്രമേണ ക്ഷേത്രകാര്യങ്ങളിൽ ശ്രദ്ധയില്ലാതായി തീർന്നു. അങ്ങനെ ആ സാധു ബ്രാഹ്മണ കുടുംബത്തിനായി ഈ ക്ഷേത്രത്തിൻ്റെ മുഴുവൻ ചുമതലകളും. അങ്ങനെ ക്ഷേത്രത്തിലെ മുടങ്ങിയ പൂജകൾ മുഴുവനും ഏറ്റെടുത്ത് നടത്തിയ ഈ കുടുംബക്കാരെ മുട്ടുശാന്തി മഠക്കാർ എന്നാണ് വിളിച്ചിരുന്നത്. ഇവിടെ നിന്ന് മാറിപ്പോയ ബാക്കിയുള്ള ബ്രാഹ്മണ കുടുംബക്കാർ ഒരു വിഭാഗം വിഷ്ണു ഭക്തരായും ഒരു വിഭാഗം ശൈവരായും തിരിഞ്ഞ് പ്രത്യേകം ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുകയും ഈ 2 കൂട്ടരുമായും ചേരാതെ പനയന്നാർക്കാവ് ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ നോക്കി മാത്രം കഴിഞ്ഞിരുന്ന മുട്ടുശാന്തി മഠത്തിലെ ആളുകളെ ഇവർ 2 കൂട്ടരും ചേർന്ന് ഉപദ്രവിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തു. എങ്കിലും അവർ ക്ഷേത്രത്തിലെ പൂജകൾക്കൊന്നും മുടക്കം വരുത്താതെ നടത്തിക്കൊണ്ടുപോയി. ഭഗവതിയുടെ ശക്തിവിശേഷം നാട്ടുകാർക്കറിയാവുന്നതുകൊണ്ട് ആളുകൾ വരികയും വഴിപാടുകളും മറ്റും ചെയ്യുന്നതുകൊണ്ടും ക്ഷേത്രകാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. ഇങ്ങനെ കുറേ കാലം കടന്നുപോയി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വെറ്റിലക്കച്ചവടക്കാരിയായ ഒരു വല്യമ്മ വടിയും കുത്തി സന്ധ്യയായപ്പോൾ ആ വഴി വന്നു. അവരുടെ വെറ്റില മുഴുവനും നഷ്ടപ്പെട്ടു പോയെന്നും അതുകൊണ്ട് വിശപ്പ് മാറ്റാൻ എന്തെങ്കിലും നൽകണമെന്നും ആവശ്യപ്പെട്ട് ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടും താമസിക്കുന്ന പല കുടുംബങ്ങളിലും ചെന്നെങ്കിലും അവരെല്ലാവരും ആ സാധു സ്ത്രീയെ ആട്ടി ഓടിച്ചു. ദുഃഖിതയായ ആ വൃദ്ധ അവസാനം മുട്ടുശാന്തി മഠത്തിലെത്തിച്ചേർന്നു. അക്കാലത്ത് അവിടെ ഒരു അന്തർജനവും അവരുടെ അല്പം ബുദ്ധിമാന്ദ്യമുള്ള ഒരു മകനും മാത്രമാണ് ഉണ്ടായിരുന്നത്. വൃദ്ധയെ കണ്ട് അന്തർജനം അവരെ സ്വീകരിച്ചിരുത്തി. ആഹാരം ചോദിച്ച വൃദ്ധയോട് മകൻ ക്ഷേത്രത്തിലെ പൂജ കഴിഞ്ഞ് നിവേദ്യച്ചോറുമായി വരുന്നതുവരെ കാത്തിരിക്കണമെന്ന് അന്തർജനം പറഞ്ഞു. നിവേദിച്ച ചോർ ഞാൻ കഴിക്കുകയില്ല, ഇവിടെയുള്ള മറ്റെന്തെങ്കിലും എനിക്ക് തന്നാൽ മതിയെന്ന് വൃദ്ധ ഗൗരവത്തോടെ പറഞ്ഞു. ഇത് കേട്ട് വിഷമത്തിലായ അന്തർജനം ക്ഷേത്രത്തിൽ പിറ്റേന്ന് നിവേദിക്കാൻ വെച്ചിരുന്ന അവലും മലരും ശർക്കരയുമൊക്കെ പകുതി വീതം എടുത്തു കൊടുത്തു. പക്ഷേ വൃദ്ധയ്ക്ക് അതുകൊണ്ടൊന്നും വിശപ്പ് മാറിയില്ല. ബാക്കിയുള്ളതുകൂടി എടുത്തു തരാൻ അവർ ആവശ്യപ്പെട്ടു. വിഷമത്തിലായ അന്തർജനം അപരാധം പൊറുക്കണമെന്ന് ദേവിയോട് അപേക്ഷിച്ചുകൊണ്ട് നിവേദ്യത്തിനായി ബാക്കി വച്ചതും കൂടി വൃദ്ധയ്ക്ക് എടുത്തു കൊടുത്തു. ഇത് മുഴുവൻ കഴിച്ച് സന്തുഷ്ടിയായ വൃദ്ധ അവിടെ നിന്നും എഴുന്നേറ്റു. പെട്ടെന്ന് തന്നെ ആ വൃദ്ധയിലൊരു മാറ്റമുണ്ടായി. വടിയും കുത്തി എഴുന്നേറ്റ് നിന്ന ആ വൃദ്ധ സ്ത്രീ സാക്ഷാൽ ഭഗവതിയുടെ രൂപത്തിൽ അന്തർജനത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് അവരെ അനുഗ്രഹിച്ചു. മകളെ, നീ ഒരു അപരാധവും ചെയ്തിട്ടില്ല. ഇവിടെയുള്ള മറ്റു കുടുംബക്കാരിൽ നിങ്ങൾക്ക് മാത്രമാണ് മനുഷ്യത്വവും കരുണയുമുള്ളത്. ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ ഇവിടെ കഴിയുന്നത് അത്ര ശുഭകരമല്ല. ഇന്ന് രാത്രി ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് ഇവിടമെല്ലാം വെന്തു വെണ്ണീറാവും. മകനെയും കൂട്ടി വേഗം പുഴക്കക്കരയിലേക്ക് പോയിക്കൊള്ളുക. നിങ്ങൾക്ക് നല്ലത് വരും. ദേവി അന്തർജനത്തെ അനുഗ്രഹിച്ച് അവിടെ നിന്നും മറഞ്ഞു. ദേവി പറഞ്ഞതനുസരിച്ച് ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചെത്തിയ മകനെയും കൂട്ടി അന്തർജനം വേഗം പുഴക്കക്കരയിലേക്ക് പോയി. അമ്മയും മകനും പമ്പാനദിയുടെ അക്കരെ എത്തിയപ്പോഴേക്കും ദേവി പറഞ്ഞതുപോലെ അവിടെ ശേഷിച്ചിരുന്ന ശൈവബ്രാഹ്മണന്മാരും വൈഷ്ണവ ബ്രാഹ്മണന്മാരും തമ്മിൽ പരസ്പരം ആക്രമിക്കുകയും അക്രമം കൂടി പരസ്പരം വീടുകൾക്ക് തീ വയ്ക്കുന്ന അവസ്ഥയിലേക്കുമെത്തി. 107 കുടുംബങ്ങളും അവരുടെ ക്ഷേത്രങ്ങളുമെല്ലാം അഗ്നിക്കിരയായി. പനയന്നാർക്കാവിൽ ക്ഷേത്രത്തിന് ചുറ്റുപാടുമുള്ള കാവുകൾ വരെ എരിഞ്ഞുയർന്നു വന്ന അഗ്നിപ്രളയം കാവിനടുത്തെത്താറായപ്പോൾ തനിയെ കെട്ടടങ്ങി. ഒരു വൈഷ്ണവ യുവതിയെ ശൈവയുവാവ് സ്നേഹിച്ച് കുടുംബക്കാരുടെ അനുവാദമില്ലാതെ ബലമായി കൂട്ടിക്കൊണ്ടുപോയി. അതാണ് വൈഷ്ണവരുടെ യുദ്ധപ്പുറപ്പാടിന് കാരണമായത്.
വൈഷ്ണവർ ആ കുട്ടിയെ സ്മാർത്ത വിചാരണ നടത്തി പുറത്താക്കി പടിയടിച്ച് പിണ്ടം വെച്ചു. ശൈവർ അവരുടെ വേളി മംഗളമാക്കി കൊടുക്കുകയും ചെയ്തു. കാലാകാലങ്ങളിലായി ഇരു കൂട്ടരും തമ്മിലുണ്ടായിരുന്ന വൈരാഗ്യം ഈ ഒരു സംഭവത്തോടെ പരസ്പരം യുദ്ധത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. ദേവീകോപം അതിന് നിമിത്തമായി തീരുകയും ചെയ്തു. യുദ്ധത്തിൽ ശേഷിച്ചവർ അവിടെ നിന്ന് നാട് വിട്ടു പോവുകയും ചെയ്തു. ദേവിയുടെ നിർദ്ദേശമനുസരിച്ച് പുഴക്കക്കരയിലേക്ക് പോയ അമ്മയ്ക്കും മകനും കാലക്രമേണ അവിടെ ഒരു ഇല്ലമുണ്ടാവുകയും പിന്നെ അവർ നേരിൽ കണ്ട ദേവിയുടെ രൂപത്തിലൊരു വിഗ്രഹമുണ്ടാക്കി ഒരു ചെറിയ ക്ഷേത്രം നിർമ്മിച്ച് ദേവിയെ പൂജിച്ചുകൊണ്ട് അവർ വളരെ സന്തോഷത്തോടെ ദീർഘനാൾ ജീവിക്കുകയും ചെയ്തു. ഈ ഒരു സംഭവങ്ങൾക്കെല്ലാം ശേഷം പൂജിക്കാൻ ആളില്ലാതെ വരികയും ക്രമേണ അനാഥാവസ്ഥയിലുമായ ക്ഷേത്രം ആളും അനക്കവുമില്ലാതെ കാട് കയറി പതിയെ വിസ്മൃതിയിലാണ്ടു തുടങ്ങി. അങ്ങനെ കുറേ വർഷങ്ങൾ കടന്നുപോയി. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഒരു ഐതിഹ്യമായി അറിയാൻ കഴിഞ്ഞത്. അന്നത്തെ 108 കുടുംബക്കാരിൽ ആരും തന്നെ അവിടെയുള്ളതായി തോന്നുന്നില്ല. ഈ ഒരു കഥ ഒരു ഐതിഹ്യമായി മാത്രം കാണാം. ഒരുപക്ഷെ ഇതിനൊരു മറുവശം കൂടി ഉണ്ടായി എന്നും വരാം. ഇനി നമുക്ക് ചരിത്രത്തിലേക്ക് വരാം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള കോലത്തുനാട് ഭരിച്ചിരുന്നത് സ്രായിക്കൂർ രാജവംശമായിരുന്നു. അവരുടെ മന്ത്രി, സേനാനായകൻ, ഉപദേഷ്ടാവ്, വൈദ്യൻ എന്നീ സ്ഥാനങ്ങളിൽ രാജാവിനെ സേവിച്ചിരുന്നത് ആദിശർ എന്നറിയപ്പെടുന്ന ഒരു കുടുംബക്കാരായിരുന്നു. വീരയോദ്ധാക്കളായിരുന്ന ഇവർ സാമൂതിരിയോട് പടപൊരുതി സ്രായിക്കൂർ രാജാവിൻ്റെ അധികാരം നിലനിർത്തിപ്പോന്നു. എന്നാൽ മുഗലപ്പടയുടെ വരവോടെ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. അങ്ങനെ രാജാവും പരിവാരങ്ങളും തെക്കോട്ട് പലായനം ചെയ്ത് ഇന്നത്തെ ഓമല്ലൂർ ഭാഗത്ത് വന്ന് പന്തളം രാജാവിൻ്റെ സഹായത്തോടെ താമസം തുടങ്ങി. ഏതാണ്ട് 3 നൂറ്റാണ്ടോളം ഇങ്ങനെ കഴിഞ്ഞു പോന്നു. ആദിശർ കുടുംബത്തിലെ പുരുഷന്മാർ മന്ത്രതന്ത്രാദികളിലും വിഷചികിത്സയിലുമൊക്കെ പ്രാവീണ്യം നേടിയവരായിരുന്നു. ആ കുടുംബത്തിലെ രായിരു ആദിശർ എന്നൊരു കാരണവരുടെ കാലം. കടുത്ത ദേവീഭക്തനായിരുന്ന അദ്ദേഹം ഒരിക്കൽ യാത്രാമധ്യേ പനയനാർക്കാവിന് മുൻപിലെത്തി. അവിടെ ശക്തമായ ഒരു ഭദ്രകാളി ചൈതന്യം അനുഭവപ്പെട്ട അദ്ദേഹം കാട് പിടിച്ചു കിടന്ന പഴയ കാവിന് മുൻപിലുള്ള ഒരു പേരാൽ വൃക്ഷച്ചുവട്ടിൽ തറകെട്ടി ദേവിയെ അവിടെ പൂജിച്ചു തുടങ്ങി. കാട് പിടിച്ചു കിടന്നതിനാൽ പഴയ ക്ഷേത്രഭാഗങ്ങളൊന്നും മറ്റാർക്കും കാണാൻ സാധിക്കില്ലായിരുന്നു. രായിരു കാരണവർ വെളിച്ചപ്പാടായി ഇടയ്ക്ക് തുള്ളിയെത്തി ഭഗവതിയുടെ പ്രഭാവം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇത് കേട്ടറിഞ്ഞ ആളുകൾ ആരാധനയ്ക്കും മറ്റുമായി വന്നു തുടങ്ങി. കുറച്ചു കാലം അങ്ങനെ കഴിഞ്ഞുപോയി. ഇനിയുള്ള ചരിത്രം നമുക്ക് ഇവിടെയുള്ള ആദിശർ കുടുംബത്തിലെ കാരണവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. നമുക്ക് ഈ പനയനാർക്കാവിൻ്റെ ചരിത്രവും ഐതിഹ്യങ്ങളും ഇവിടുത്തെ ആചാരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ? പറയാൻ. അങ്ങയുടെ പേര്? ശ്രീ രഞ്ജനാദിശൻ. ദ്വാപരയുഗത്തിൽ മഹാദേവന് നേരിട്ട് കേട്ട ദക്ഷയാഗം കഥ, പാർവതി ദക്ഷയാഗം കഥ കേട്ട് ആകൃഷ്ടയായി. അപ്പോൾ ദേവിക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി. ദേവി പറഞ്ഞു, ഞാൻ മാത്രം അറിഞ്ഞാൽ പോരാ, ലോകം മുഴുവൻ അറിയണം. അതിന് എന്താ മാർഗം? ഉത്തമ സ്ഥാനത്ത്, ശുദ്ധമായ പവിത്രമായ സ്ഥലത്ത് ത്രിവേണിമധ്യത്തി ദേവിക്കൊരു ക്ഷേത്രം പണിയണം. ഭദ്രകാളിയും വീരഭദ്രനെ അവിടെയൊക്കെ പ്രതിഷ്ഠിച്ച് ക്ഷേത്രമായിട്ട് ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി നിലനിർത്തണം. അപ്പോൾ ലോകമെല്ലാം അറിയുമല്ലോ. അതിനുവേണ്ടി 16 യോഗ്യന്മാരെ ദേവി നോക്കിയപ്പോൾ ദുർവാസ മഹർഷി, നാരദ മുനി, പരശുരാമൻ ഇവരെ ദേവി ക്ഷണിച്ച് വരുത്തി കൽപ്പിച്ചു ഇങ്ങനെ ക്ഷേത്രം പണിയണം. അപ്പോൾ അവർ തപശക്തി കൊണ്ട് അവർ നോക്കിയപ്പം ഭൂമിയിൽ 1000 വർഷത്തിനിടെ 100 വർഷത്തിനിടെ മലമൂത്രമോ ചോരയോ വീഴാത്ത ഭൂമിയിലില്ല, പവിത്രമായ സ്ഥലം വേണം ദേവി കൽപ്പിച്ചു. അവരുടെ തപശക്തി കൊണ്ട് പമ്പാനദി, ശബരിമലയിൽ നിന്ന് നേരിട്ട് വേമ്പനാട്ട് കയറി പോകുന്ന പമ്പാനദിയിലോട്ട് തപശക്തി കൊണ്ട് മണ്ണിട്ട് ദ്വീപാക്കി. ഇപ്പോൾ പരമല ഒരു ദ്വീപാണ്. കിഴക്ക് പാണ്ടനാട്ട് വെച്ച് ശബരിമലയിൽ നിന്ന് വരുന്ന പമ്പാനദി 2ആയിട്ട് തിരിഞ്ഞ് ഇവിടെ ആറാട്ടുകടവിനക്കരെ പന്നായ പാലത്തിൻ്റെ അവിടെ നിന്ന് വീണ്ടും ഒന്നായിട്ട് വേമ്പനാട്ട് കായലിൽ പോയി പതിക്കുക. അപ്പോൾ ദ്വീപായി. ദ്വീപിൽ നടുക്ക് ക്ഷേത്രം പണിഞ്ഞു. 4 ദിക്കിൽ നാഗരാജാവ്, നാഗയക്ഷി, നാഗചാമുണ്ടിയൊക്കെ പ്രതിഷ്ഠിച്ച് നടുക്ക് ഭദ്രകാളി, വീരഭദ്രൻ, സപ്തമാതൃക്കൾ, പിന്നെ കരിങ്കാളി, കൊടുങ്കാളി, ഭൂതക്കാളി ഒക്കെ പ്രതിഷ്ഠിച്ച് ക്ഷേത്രം പണിഞ്ഞ് ആരാധന തുടങ്ങി. അങ്ങനെ നാളിത് അഭിവൃദ്ധിയായിട്ട് ഇങ്ങനെ വന്ന് പേര് കേട്ടിങ്ങനെ ഇപ്പോൾ ഈ ഇന്നത്തെ സ്ഥിതിയിലെത്തി. അപ്പോൾ അത് കഴിഞ്ഞ് കുറേ കാലശേഷം ഇവിടെ കേരളം ഉണ്ടാക്കി പരശുരാമൻ പോറ്റിമാർക്ക് കൊടുത്തു എന്നാണെന്നല്ലോ വിശ്വാസം. അപ്പോൾ അങ്ങനെ അക്കൂട്ടത്തിൽ ഈ പരുമല ഈ സ്ഥലത്ത് പരശുരാമൻ 108 ബ്രാഹ്മണരെ ദാനം കൊടുത്തു.
അവരായിരുന്നു ഇവിടെ താമസം. 108 ബ്രാഹ്മണരിലൊക്കെ. അവർ കാലക്രമേണ 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് ഒരു പാർട്ടി ശൈവരായിട്ട് ഇവിടുന്ന് കിഴക്കുവശത്ത്, കാവിന് കിഴക്കുവശത്ത് സ്റ്റോബോർഡ് ഫാക്ടറി ഉണ്ട്. 5 ഏക്കർ നമ്മൾ കൊടുത്ത സർക്കാരിൻ്റെ സ്റ്റോബോർഡ് ഫാക്ടറി. എൻ്റെ രണ്ടാമത് അങ്ങനെ ആ ഫാക്ടറിയുടെ കിഴക്കുവശത്ത് തിരുവാർമംഗലം ശിവക്ഷേത്രം. ആ ക്ഷേത്രം അവിടെ 10 ദിവസത്തെ ഉത്സവം, മട്ട ശ്രീകോല് കുളമൊക്കെ കുഴിച്ച് അവർ ശൈവർ, ഞങ്ങൾ ശൈവരാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് ആരാധന തുടങ്ങി. വേറൊരു കൂട്ടർ ഞങ്ങൾ വൈഷ്ണവരാണെന്ന് പറഞ്ഞ് അവർ കാവിൻ്റെ തെക്ക് വശത്ത് കുറുമ്പേശ്വരത്ത് മഹാവിഷ്ണു ക്ഷേത്രം എന്ന് പറഞ്ഞ് പട്ട ശ്രീകോലും 10 ദിവസത്തെ ഉത്സവവും കുളമൊക്കെ ആയിട്ട് അവരങ്ങോട്ട് മാറി, വൈഷ്ണവരും ശൈവരുമായിട്ട്. ദേവിക്ക് നിത്യപൂജകളും മുടങ്ങി. ഇവിടെ ദേവിയെ ശ്രദ്ധിക്കാതായി നിത്യപൂജകളും മുടങ്ങി കാട് കീറി. അങ്ങനെ കിടന്ന് ആ വർഷങ്ങളോട് 1000 വർഷം കഴിഞ്ഞ് കാണും. പിന്നെ ഒരിക്കൽ ആരോ പുല്ലറുത്തപ്പോൾ യാദൃശ്യമായിട്ട് അരുവാൾ കല്ലെ കൊണ്ട് ചോറ് വന്നപ്പം അന്നത്തെ കാലമില്ലേ, നല്ല ജ്യോതിഷൻ്റെ അടുത്ത് പോയി പ്രശ്നം വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇത് പാർവതിദേവിയുടെ കൽപ്പന അനുസരിച്ച് ഋഷിമുനിമാർ പണിഞ്ഞ അമ്പലമാണ്. ഈ ക്ഷേത്രത്തിലെ ദേവിയെ ശ്രദ്ധിക്കാതെ പോയതാണ് കുഴപ്പം. ദേവിയെ നിത്യപൂജയും കൊടുത്ത് പുനരുദ്ധാരണം നടത്തിയാൽ ചെയ്യുന്നവർക്കും നാടിനും നന്മയാണ്. അങ്ങനെ അന്നത്തെ കാലത്ത് അവരുടെ കഴിവിനനുസരിച്ച് പുനരുദ്ധാരണം നടത്തി നിത്യപൂജ നടത്തി ഇങ്ങനെ മുന്നോട്ട് പോകും. പിന്നെ കാലങ്ങൾ കുറേ കഴിഞ്ഞപ്പം ഞങ്ങൾ പാരമ്പര്യമായിട്ട് മാന്ത്രികയാണ് എൻ്റെ പൂർവികർ. അപ്പോൾ അങ്ങനെ ആരോ പറഞ്ഞു കേട്ട് മാർത്താണ്ഡവർമ്മ മഹാരാജാവോ തിരുവിതാംകൂർ ഭരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി രാമയ്യൻ ദളവ, രാജാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളും കൂടെ, ദളവായ്ക്ക് വസൂരി വന്നു. അന്നത്തെ ടോപ്പ് മോസ്റ്റ് സീരിയസ് ഏറ്റവും കൂടിയ വസൂരി. അതിനന്ന് പറയുന്നത് കനകക്കല്ലൂരി, പഴുത്ത തക്കാളി പോലെ ദേഹത്തെല്ലാം വരുന്നത് കനകക്കല്ലൂരി. അന്ന് പഴയ കാലത്ത് എന്തോ വസൂരി വന്നാൽ ജീവനോടെ പുറമൊക്കെ കൊണ്ട് കുഴിച്ചിടുക മതി. ഇത് വിശിഷ്ട വ്യക്തിയല്ലേ, രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ട പ്രധാനമന്ത്രി. അതുകൊണ്ട് അങ്ങനെ ചെയ്തില്ല. പരമാവധി അന്നത്തെ ചികിത്സ ചെയ്തു. പല വൈദ്യന്മാരും വന്ന് നോക്കി, എന്നിട്ടൊന്നും കുറവില്ല. 41 ദിവസം വെള്ളം പോലും ഇറങ്ങാതെ ഒരേ കിടപ്പ് കിടന്നു. അപ്പോഴാരോ പലരും നോക്കി പോയിട്ട് മാറ്റമില്ല. അപ്പോൾ ആരോ പറഞ്ഞു കേട്ട് രാജാവ് ഇവിടുത്തെ മാന്ത്രികനെ ക്ഷണിച്ചു. അവിടെ ചെന്നപ്പോൾ എടുത്ത വയലിൽ അദ്ദേഹം പറഞ്ഞു, പിന്നെ നാൽപ്പാമരം ഇട്ട് വെള്ളം തിളപ്പിക്കും. അപ്പോൾ ഇത്തി അരയാൽ പേരായാലും നാൽപ്പാമരം ഇട്ട് വെള്ളം തിളപ്പിക്കും. രാജകൂട്ടാറില്ല, പറയാൻ താമസം അത് ആയി. എന്നിട്ട് പറഞ്ഞു 7 നുറുങ്ങിയ പൊടിയിലിട്ട് കഞ്ഞി വെക്കും. കഞ്ഞീൻ്റെ അടിയായി. അപ്പം രോഗി എവിടെ കിടക്കുന്നു, അതിനടുത്താണ് അകത്തോട്ട് കയറി. അന്ന് ഇതല്ലയോ ഐസൊലേറ്റാണ് വസൂരി വന്ന്. അവിടെ ചെന്ന് കഥ തുറന്നകത്ത് കയറിയിട്ട് ഈ രോഗി 41 ദിവസം വെള്ളം പോലും ഇറക്കാതെ ജീവൻ മാത്രമുണ്ട്. അങ്ങനെയുള്ള ആളെ വിളിച്ച് കെട്ടിപ്പിടിച്ച് കിടന്ന് മന്ത്രം ജപിച്ചു. ശ്ലോകം ആവാഹന മന്ത്രമാണ് ജപിച്ചത്. ഉച്ചാടന മന്ത്രം എന്തോ ഈ വസൂരിയെ ഉച്ചയടിക്കുക ചെയ്ത് മുറ്റത്ത് നിന്നൊരു വരിക്കപ്രാവിലോട്ടാണ് കയറ്റിയത്. അത് നിറച്ച് ചക്കയായിട്ട് നിന്ന് ആ വരിക്കപ്രാവിലോട്ട് ആവാഹിച്ച് കയറ്റി. ഈ വസൂരി ആവാഹിച്ച് കയറ്റി കഴിഞ്ഞപ്പോൾ ആ വരിക്കപ്രാവിലെ മൊത്തം ചക്കയെ ഇല ഒരെണ്ണം പോലും ഇല്ലാതെ പൊഴിഞ്ഞ് താഴെപ്പോയി. പക്ഷേ അത് കഴിഞ്ഞും പവർ ബാക്കിയുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് കണക്കൂട്ടിലാരുടെയും തെറ്റാവില്ല. 16 വയസ്സിന് മൂത്ത ചേച്ചി, സ്വന്തം അമ്മയെപ്പോലെ വളർത്തിയ ചേച്ചി ഇവിടെ വന്നപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഇവിടെ വന്നപ്പോൾ ആ ചേച്ചി മരിച്ചു. ആ ചേച്ചിയുടെ കർമ്മം ചെയ്യേണ്ടി വന്നു. അങ്ങനെ ചികിത്സിച്ച് ഭേദപ്പെടുത്തി. ആളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വെളിയിലിറക്കി നിർത്തി. ഈ 41 ദിവസം വെള്ളം പോലും കുടിക്കാതെ കിടന്ന ആളെ വെളിയിൽ കൊണ്ട് നിർത്തി. അങ്ങനെ കൈയും കാലും കുറഞ്ഞിട്ട് രാമയ്യൻ ദളവ ഉറങ്ങി എഴുന്നേറ്റ് വന്ന സ്റ്റൈലിൽ കുളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ 40 വെള്ളം റെഡി കുളിച്ചു. പോയി കുളി കഴിച്ച് വന്ന് പറഞ്ഞു, വിശക്കുന്നു, ഇത്ര കഞ്ഞി കുടിക്കണം. അന്നത്തെ ആൾക്കാരുടെ ആഹാരം അതില്ല, കഞ്ഞിയും പുളിശ്ശേരിയും അച്ചാറൊക്കെ. നമ്മുടെ കൂട്ട് ചിക്കൻ ഫ്രൈയും മട്ടൻ റോസ്റ്റും ഒന്നുമില്ല. അപ്പോൾ കഞ്ഞി റെഡി. കഞ്ഞി കുടിച്ചു കഴിഞ്ഞപ്പം ഒന്നുകൂടി ഉഷാറായി, ഭയങ്കര ഹാപ്പിയായി. പറഞ്ഞു, തിരുമേനിയെ മോൻ കാണിച്ചിട്ട് ഒരുപാട് ദിവസമായി. അത്രയും ഓർമ്മയുണ്ട്. അപ്പം ചെന്ന് രാജകീയ അംഗവസ്ത്രമൊക്കെ ധരിച്ച് ക്രോസ്പെറ്റൊക്കെ ഇട്ട് പ്രധാനമന്ത്രിയുടെ തലപ്പാവൊക്കെ ചെന്ന് രാജാവിനെ കണ്ടു. അങ്ങനെ ഒന്നല്ല പ്രോട്ടോക്കോൾ. രാജാവിനെ കണ്ട് അവർ രാജകാര്യങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തു. രാജാവിനുണ്ട് സന്തോഷത്തിന് കതിരില്ല. രാജാവ് വളരെ ഹാപ്പിയായിട്ട് മന്ത്രവാദിയെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ നിങ്ങളുടെ പേര്? അപ്പോൾ പറഞ്ഞ് കണ്ടനെന്നാന്ന്. അല്ല, അന്നത്തെ ആൾക്കാരുടെ പേരതില്ല, ചക്കി കൊന്നാൻ കിട്ടുമെന്ന്. കണ്ടനെന്നാന്ന് അല്ല. ഇത്രയും വലിയ അതിശയപ്രവൃത്തി ചെയ്ത് എല്ലാവരും ഉപേക്ഷിച്ച് നമ്മുടെ രാമയ്യനെ നമുക്ക് തിരികെത്തുന്നു. നമ്മുടെ സന്തോഷത്തിന് അതിരില്ല. അതിശയപ്രവൃത്തി ചെയ്ത് നിങ്ങൾ അതിശയന. അങ്ങനെ രാജാവ് പറഞ്ഞ അതിശയൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാം പേരിന് ഉടുപ്പ സ്ഥാനപ്പേരുണ്ട്. അതിശയർ പറഞ്ഞ് ആദിശ്യരായി. അങ്ങനെ എന്നിട്ട് രാജാവ് ചോദിച്ചു, എന്തോ വേണം? ഇത്രയും വലിയ അതിശയപ്രവൃത്തി ചെയ്ത് നമ്മുടെ സന്തോഷത്തിന് അതിരില്ല, എന്താ സമ്മാനം വേണ്ട? അപ്പോൾ പറഞ്ഞു, ഇവിടെ ഇപ്പോൾ അങ്ങോട്ട് നോക്കി, ആ കാണുന്ന പള്ളിയുടെ പകുതി അത് ഞങ്ങളുടെ തേവാരമൂർത്തി മൂലസ്ഥാനം ദുർഗാഭാവം.
അവിടെ ഈ ചെറിയ കുരിയാല പോലെ ഇപ്പോഴത്തെ യോഗീശൻ്റെ കുരിയാല പോലെ ആ യോഗീശനാ അത് ആ കുരിയാലേ ഉള്ളൂ, അത് മേക്കൂരയില്ല. അപ്പോൾ പറഞ്ഞു മഴയും വെയിലും കൊണ്ട് കിടക്കുക ഒരു തേവാരമൂർത്തിയുണ്ട്, അവിടത്തേക്ക് നാഴികേരിക്ക് നേത്യത്തിന് മാർഗ്ഗമില്ല, മഴയും വെയിലും കൊണ്ട് കിടക്കും. രാജാവില്ലേ പറഞ്ഞു ശരി. രാജാവിൻ്റെ സുഹൃത്ത് തമിഴ്നാട്ടിൽ ശങ്കരൻകോവിലിൽ നിന്ന് 4 കുടുംബങ്ങളെ കൊണ്ടുവന്ന് അവിടുത്തെ രാജാവിനോട് പറഞ്ഞിട്ട് 4 കുടുംബങ്ങളെ അയച്ചു. അവർ അതിലുൾപ്പെട്ട അവനും ഇപ്പോഴത്തെ തലമുറക്കാരൻ. വേറെ ഉണ്ടോ ഒത്തിരി പേര്, മുമ്പ് ഇതിലെ സ്കൂട്ടറിൽ പോയിരുത്തൻ. അങ്ങനെ 4 കുടുംബങ്ങളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. ഇപ്പോൾ നമ്മൾ കാണുന്ന ചെമ്പ് മേഞ്ഞ മേക്കൂരയും വലിയ കൽവിളക്കും ഇതൊക്കെ മാർത്താണ്ഡ മഹാരാജാവ് പണിയിച്ചത്. അവരിപ്പോഴും തലമുറ ഇവിടെ ഉണ്ട്. അവർ തമ്മിൽ പരസ്പരം സംസാരിക്കും തമിഴാണ്, നമ്മളോടൊക്കെ മലയാളം പറയും. അവർക്ക് അന്നത്തെ കാലമില്ല. ഇനി അവിടെ താമസിച്ചെന്ന് പറഞ്ഞു. അത് 4 ഏക്കറുണ്ടല്ലോ 5 ഏക്കറുണ്ടല്ലോ, അത് അവരുടെ ഇന്ന്. അങ്ങനെ 4 കുടുംബങ്ങൾ. ഇപ്പോഴും അവരറിയപ്പെടുന്ന കാവിലാശാരി, കാവിക്കൊല്ലൻ എന്നാണ്. സ്വർണ്ണം പണിഞ്ഞവർ തട്ടാന്മാരാണ്. അവരിപ്പോഴും അവരുടെ തലമുറയിൽപ്പെട്ടവരെ ഇടുക്കി കട്ടപ്പന എവിടെ താമസമാകുന്നതിനും ഒരു പെണ്ണിൻ്റെ വിവാഹത്തിന് മുമ്പ് ഇവിടെ വരും. ഇവിടുന്ന് ഒരു തരി സ്വർണ്ണം കൊടുക്കണം അവർക്ക് പൊന്നൊരുക്കാൻ. അപ്പോൾ ഞാൻ കയറി പിന്നെ 37 അങ്ങാണ്ട് കൊടുത്തിട്ടുണ്ട് പൊട്ടും താലി കയറ്റി. അത് മേടിച്ചുകൊണ്ട് പോകുമ്പോൾ എന്നിട്ടാണ് അവർ പൊന്നൊരുക്കി ആഭരണം ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ മാർത്താണ്ഡമ്മ പണിയിച്ചതാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഈ നാട് മൊത്തം ഇതുകൂടാതെ ഒരുപാട് വസ്തുവകകൾ രാജകൽപ്പന അനുസരിച്ച് കിട്ടി, കരമൊഴിവായിട്ട് വിത്തൗട്ട് ടാക്സ്. അങ്ങനെയാണ് ഇതിൻ്റെ ഉൽപ്പത്തി. ഇപ്പോഴത്തെ പൊസിഷൻ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ എഴുന്നള്ളിച്ച് വന്നപ്പോൾ ഒരു ആന ചരിഞ്ഞു മതിൽക്കകത്ത്. അന്ന് JCB ഇറ്റാച്ചി ഒന്നുമില്ല. പിന്നെ അമ്പലമുറ്റത്തിട്ട് വെട്ടുമുറിക്കാൻ വെക്കും, അതും പാടില്ല. ഇപ്പോൾ രാജകൽപ്പന അനുസരിച്ച് അന്നത്തെ കാലത്ത് ഒന്നും പറഞ്ഞിട്ടുണ്ടാകത്തിന് വൈദ്യനും മന്ത്രവാദിയല്ലേ ഉള്ളൂ. ഹോസ്പിറ്റലില്ല, ഓട്ടോറിക്ഷ ഇല്ല, സ്കൂട്ടറില്ല. അപ്പോൾ അന്നത്തെ കാലത്ത് അമ്പലപ്പുഴ രാജാവ് കൽപ്പിച്ച് നോക്കി പല മാന്ത്രികരും ആരും കൊണ്ടും പറ്റിയില്ല, എല്ലാവരെ കൊണ്ടും പറ്റത്തില്ല. ചത്തതിന് ജീവൻ കൊടുക്കണം, കൊടുത്തിട്ട് വേണം പിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ. അതിന് മൃതസഞ്ജീവനി മരുന്ന് കേട്ടിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ മൃതസഞ്ജീവനി മന്ത്രമുണ്ട്. ഒരു ഷീറ്റ് പേപ്പറിൻ്റെ ഒരു പേജാണ് മന്ത്രം തന്നെ. എൻ്റെ കയ്യിലുണ്ട് സാധനം. സംസ്കൃത ഉച്ചാരണം, ഹിന്ദി ലിപി. അത് ഡോക്ടർ നാരായണ ശ്രീമാലി എഴുതിയത്. പഴയ തലയിൽ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇപ്പോഴും അത് പൊടിഞ്ഞിട്ടുണ്ട് മിക്കവാറും ഉണ്ട് കുറേ. ആരും അതിന് മെനക്കെടുന്നില്ല, ആർക്കറിയാം. അത് പഴയ മലയാളം ലിപിയിൽ എഴുതിയിരിക്കുന്ന വായിക്കാൻ പോലും പിടി കിട്ടത്തില്ല. ചിന്തു എന്തു എന്നൊക്കെയാണ്, അർത്ഥമൊന്നും നമുക്ക് പിടി കിട്ടത്തില്ല. അത് പൊടിഞ്ഞും പോയി. വട്ടെഴുത്താവും അല്ലേ? വട്ടെഴുത്തും കോലെഴുത്തും അങ്ങനെയൊക്കെ ഉള്ളത് അത് പൊടിഞ്ഞും പോയി, മിക്കവാറൊക്കെ പൊടിഞ്ഞു പോയി ഗ്രന്ഥങ്ങൾ. ഒടുവിലത്തെ മന്ത്രി എൻ്റെ പേരപ്പനായിരുന്നു. കണ്ണേക്ഷി മന്ത്രം സിദ്ധി ചെയ്ത ആളൊക്കെ. നിങ്ങളെ ആദ്യമായിട്ട് കണ്ടാലും നിങ്ങളുടെ അപ്പൂപ്പൻ്റെ പേര് നാളും അടയാളമൊക്കെ പറയാൻ അങ്ങോട്ട് പോയി. അത് കണ്ണേക്ഷി സാധാരണ സിദ്ധി ചെയ്തുകൊണ്ടാണ്. അദ്ദേഹം മരിച്ചു, പിന്നെ ആരും ആ വഴിക്ക് പോയിട്ടില്ല. അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും പോലെയല്ല, ഇവിടെ വ്യത്യസ്തമായ ചില കാര്യങ്ങളുണ്ട്. ഉച്ചപൂജയോ ദീപാരാധന കഴിഞ്ഞാൽ കിഴക്കേ നട വെളിയിൽ കൂടെ പോലും ക്രോസ് ചെയ്യാൻ പാടില്ല. പിന്നെ മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും അത്താഴശിവേലി ദീപാരാധന കഴിഞ്ഞാൽ, ഇവിടെ ദീപാരാധനയ്ക്ക് മുമ്പ് അത്താഴം കഴിയും. പിന്നെ മിക്കവാറും ക്ഷേത്രങ്ങളിൽ ആനപ്പുറത്ത് എഴുന്നള്ളത്തുണ്ട്, ഇവിടെ അതില്ല. എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ പണ്ട് ആനയെ വെട്ടി കുരുതി നടത്തിയതാണ്. ആൾ വെട്ടി, ആനയെ വെട്ടി, ആട് വെട്ടി, കോഴി വെട്ടി സുപ്രീം കോടതി ജന്തുവിലെ നിരോധിച്ച് കഴിഞ്ഞാണ് ഇപ്പോൾ കുമ്പളങ്ങ വെട്ടി കുരുതി നടത്തുന്നത്. ആൾ വെട്ടിയതിൻ്റെ ബാക്കി പത്രമാണ് ഞങ്ങളൊക്കെ ആദിശന്മാർ, ആൾ വെട്ടി ശേഷിച്ച ഒരു ആദിശന്മാർ. പിന്നെ ആനപ്പുറത്ത് എഴുന്നള്ളത്തില്ലാത്തതിൻ്റെ കാര്യം ആനയെ വെട്ടി കുരുതി നടത്തിയതാണ്. പിന്നെ ഭഗവതിയുടെ കർണാഭരണം ആനത്തലേ, അങ്ങനെ 2 കാരണങ്ങളുണ്ട് ഇവിടെ ആനപ്പുറത്ത് എഴുന്നള്ളത്തില്ല. പിന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും ഭൂരിപക്ഷം ക്ഷേത്രങ്ങളിൽ പറക്കെഴുന്നള്ളത്തുണ്ട്, ഇവിടെ അതില്ല. എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നേദ്യത്തിന് പരുമല 10 ഏക്കർ നിലത്തിൻ്റെ പ്രമാണത്തിൽ പറഞ്ഞേക്കുന്നത് നേദ്യത്തിന്. അപ്പോൾ 10 ഏക്കർ നിലത്തിലെ നെല്ല് മതി ഒരാണ്ടത്തേക്ക് നേദ്യത്തിന്. പിന്നെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ എഴുന്നേറ്റ് നിന്നപ്പോൾ ആനയെ ചരിഞ്ഞു, അതിനെ മറവ് ചെയ്തു. അതിൻ്റെ അമ്പലപ്പുഴ രാമവർമ്മ രാജാവ് സമ്മാനം തന്നു. കുട്ടനാട്ടിൽ തലവടി എന്ന് പറയുന്ന സ്ഥലത്ത് 25 ഏക്കർ നിലം, പരമ്പില്ല, ഒറ്റ നിലം 25 ഏക്കർ കരമൊഴിവായിട്ട്. അപ്പോൾ ഇത്രയും നിലങ്ങളൊക്കെ ഉണ്ടായിരുന്ന ദേവി എന്തിനാണ് പറക്കെഴുന്നള്ളിക്കുന്നത്? എങ്ങും പോയി പറക്കെഴുന്നള്ളിക്കത്തില്ല. ഇപ്പോൾ ആണ്ടിലൊരിക്കൽ മേട 1-ാം തീയതി വിഷുവിന് ഉത്സവത്തിന് ദേവി ഒരു ദിവസം മാത്രം പുറത്തോട്ട് എഴുന്നള്ളിക്കും. കാവിൻ്റെ കിഴക്ക് വശത്ത് ഊന്നുകല്ലെന്ന് പറഞ്ഞ വലിയ കല്ലുണ്ട്. ആ കല്ലേപ്പോഴും എഴുന്നള്ളിച്ച് നിൽക്കും. ആ ഊന്നുകല്ലിൽ അവിടെ നിൽക്കുമ്പോൾ അവിടെ ഇപ്പോൾ താഴെ കല്ലിലോട്ട് എഴുന്നള്ളിക്കുന്നില്ല, കീഴ്ശാന്തി തലയിൽ തന്നെ എഴുന്നള്ളിച്ചുകൊണ്ട് നിൽക്കുക. അവിടെ ഒത്തിരി ഭക്തജനങ്ങൾ വരും, എല്ലാം കണ്ട് വാണിക്കിട്ട് തൊഴും. അപ്പോൾ എഴുന്നള്ളിക്കുമ്പോൾ ഇവിടെ ഈ വലിയ വീട്ടിൽ നിന്ന് ഒരു പറ, ഇപ്പോഴത്തെ പ്രസിഡൻ്റ് വീട്ടിൽ നിന്ന് ഒരു പറ, കരവക്കെട്ടത്തിന് കാവിൻ്റെ കിഴക്ക് വശം 3 സെൻറ്റ് നമ്മൾ കൊടുത്തത്. അപ്പോൾ അവിടെ നിന്ന് ഒരു പറ, ഈ 3 പറ എടുത്തുകൊണ്ട് തിരിച്ചെഴുന്നള്ളിക്കണം. അങ്ങനെ ദേവപ്രശ്നത്തിൽ ഒടുവിലത്തെ ദേവപ്രശ്നത്തിൽ പറഞ്ഞു, അല്ലാതെ എങ്ങൊന്നും പറ എടുക്കരുത്. ഈ 3 പറ എടുത്തുകൊണ്ട് തിരിച്ചെഴുന്നള്ളിച്ചുകൊണ്ട് വെളിയിൽ നിൽക്കും. സേവപ്പന്തലിൽ എഴുന്നള്ളിച്ച് നിൽക്കുമ്പം പറയിടാനുള്ളവർക്ക് അവിടെ നിന്നിടാം.
അത് കഴിഞ്ഞ് അകത്തോട്ട് എഴുന്നള്ളിച്ചാൽ പിന്നെ കിഴക്കാനെ കൊണ്ടുപോയി തുറക്കാതെ മുമ്പ് പറയണം. അങ്ങനെയാണ് ഇവിടുത്തെ പറക്കുന്നത്. അതുപോലെ മേടം 1-ാം തീയതി ഉത്സവമാണ്. ഇവിടുത്തെ വിഷുവിൻ്റെ ഉത്സവം, ആ പ്രധാന ഉത്സവം. ഉത്സവത്തിന് ഒരു കടക്കാരോടോ വീട്ടുകാരോടോ പോയി 10 രൂപ പിരിവ് ചോദിക്കാൻ പാടില്ല. ദൈവപ്രശ്ന വിധിയാണ്. ഒക്കെ ഇവിടെ വരുന്നതുകൊണ്ടോ വഞ്ചി വീഴുന്ന പൈസയോ വഴിപാട് കഴിക്കുന്ന പൈസ കൊണ്ടോ ഇവിടുത്തെ കാര്യങ്ങൾ നടത്തിക്കണം. ഇന്ന് വരെ അങ്ങനെ നടന്നു പോകുന്നു. നാളത്തെ കാര്യം പറയാൻ ഒക്കത്തില്ല. മാണക്കാവ്, വന്ന് വീണ കാവ് മാണക്കാവ്. ഇവിടെ അനന്തരാണെങ്കിൽ അപ്പുറത്തെ കാവിൽ വാസുകി, അവരുടെ മൂലമന്ത്രം ധ്യാനമന്ത്രം പ്രത്യേകം അതൊക്കെ തന്ത്രിമാർക്കല്ലേ. അങ്ങനെയാണ് ഇവിടുത്തെ ചുറ്റുവട്ടത്തുള്ള കാവുകളിലോ അകത്ത്. അതാ ഓരോരുത്തർ പ്രതിഷ്ഠയാണ്, ഓരോന്നും പ്രത്യേകം. മാണക്കാവ് ഇവിടുത്തെ എന്നും പൂജയുണ്ട്. എല്ലാ ഞായറാഴ്ച ഇവിടെ പൂജയുണ്ട്. പിന്നെ ഇപ്പം 100 പാലും ഇല്ല. ഇനി തുലാമാസത്തിലായാലും കഴിഞ്ഞേ ഉള്ളൂ 100 പാലും ഇല്ലെങ്കിലും ബാക്കി ഇതുകൊണ്ട് വിളക്ക് കത്തിക്കുന്നുണ്ട് ദിവസവും. പക്ഷേ എല്ലാ ഞായറാഴ്ച നേരത്തെ ഉണ്ടായിരുന്നു 100 പാലും. അതിപ്പോൾ തുലാമാസത്തിലായാലും കഴിഞ്ഞാൽ പിന്നെ എല്ലാം കണ്ടിന്യൂ അവിടെ ഉണ്ട്. അവിടെ മാത്രമേ ഉള്ളൂ. ആയില്യത്തിന് അന്ന് മാത്രം ഭക്തജനങ്ങൾക്ക് ഈ കാവലെല്ലാം പോയി തൊഴാം. എല്ലാ കാവുകളിലും അല്ലാത്തപ്പോൾ ഇല്ല. എല്ലാ മാസത്തിലും ആയില്യത്തിനും പോവാം അല്ലേ? അല്ല, എപ്പോൾ വേണമെങ്കിലും പോവാം. ഞായറാഴ്ച എല്ലാ കാവുകളിലും ഭക്തജനങ്ങൾക്ക് പോവാം. പക്ഷേ ഈ ഭക്തജനങ്ങൾക്ക് പോകാൻ അനുവാദം ആയില്യം പൂജയിൽ അന്ന് മാത്രമേ ഉള്ളൂ. ശരി ശരി ശരി. ബാക്കി എല്ലാ ദിവസവും പോകാനുള്ളത് ഈ കാവിൽ, മാണക്കാവിൽ മാത്രം. മാണക്കാവിൽ എല്ലാ ദിവസവും പോകാം. ശരി. എല്ലാ ഞായറാഴ്ച അവിടെ 100 പാലും നടക്കുന്നത്. ഇപ്പോൾ ഇല്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ സർപ്പങ്ങൾ മുട്ടയിടുന്നു എന്നുള്ള സങ്കല്പം അതങ്ങനെ. കള്ളിയങ്കാട്ട് നീനി കടമറ്റത്ത് കത്തനാരെ കൊണ്ടുവന്ന യക്ഷിയമ്മയാണ്. കടമറ്റത്ത് കത്തനാരെ ഒരുപാട് പശുക്കളെ വളർത്തി. അപ്പോൾ അന്ന് പശുക്കളെ, അന്നത്തെ കാലത്ത് പശുക്കളെ വനത്തിൽ മേയാൻ വിടും. അങ്ങനെ ഒരു ദിവസം കുറേ പശുക്കളെ കാണാതെ വന്നു. കത്തനാരെ വനത്തിൽ പോയി പശുക്കളെ അന്വേഷിച്ച് പോയി ആദിവാസികളുടെ വനവാസികളുടെ കസ്റ്റഡിയിൽപ്പെട്ടു. അവർ അടയോഗമൊക്കെ സിദ്ധി ചെയ്ത വലിയ മാന്ത്രികന്മാരുണ്ടായി വനവാസികൾ. അങ്ങ് അവരുടെ കൂടെ കുറേ നാൾ താമസിക്കേണ്ടി വന്നു അവരുടെ കസ്റ്റഡി. അങ്ങനെ അടയോഗവും മന്ത്രങ്ങളും ഒക്കെ സിദ്ധി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായി കത്തനാർ. ആ സിദ്ധി വെച്ചുകൊണ്ട് കത്തനാരെ ഒരിക്കൽ മാർത്താണ്ഡവർമ്മ നോവലിൽ പറഞ്ഞിരിക്കുന്ന കള്ളിയങ്കാട്ട് നീലിയെ എന്ന പേരുള്ള യക്ഷിയെ ബന്ധിച്ച് വീട്ടിൽ വേലക്കാരിയായിട്ട് നിർത്തി. അപ്പോൾ ഒരു ദിവസം കത്തനാർ എവിടെ പോയിട്ട് വരാൻ താമസിച്ചപ്പോൾ കത്തനാരുടെ വീട്ടിൽ നിന്ന് അമ്മ മാത്രമുണ്ട്. അമ്മയ്ക്ക് വേലക്കാരിയായിട്ട് നിർത്തിയ യക്ഷി വിറക് കുടിക്കാൻ പോയി. അന്ന് ഗ്യാസുമൊന്നുമില്ലല്ലോ. കാട്ടിൽ നിന്ന് വിറക് കുടിച്ചോണ്ടൊന്നും തികത്തി. അപ്പോൾ കത്തനാർ വന്നപ്പം അമ്മ പറഞ്ഞു, എന്ത് യക്ഷി എന്തെന്ന് ചോദിച്ചു. അവൾ വേറെ എന്തോ പേരിൽ അറിയപ്പെടുന്നത് വിളിക്കുന്നത്. അപ്പോൾ പറഞ്ഞാൽ അവൾ വിറക് കുടിക്കാൻ പോയി, കാട്ടിൽ പോയി. ഞാൻ പറഞ്ഞ എവിടെയൊക്കെ ഉള്ളത് മതി എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ കാട്ടിൽ പോയി വിറക് കുടിച്ചേച്ച് വന്ന് തലയിൽ മുള്ളു കൊണ്ടു. അമ്മ നോക്കിയെന്ന് പറഞ്ഞു. മുള്ളാന്ന് പറഞ്ഞ് ഞാൻ വലിച്ചൂരി. അപ്പോഴേ ആൾ അടിപ്പോയി. മുള്ളല്ലായിരുന്നു, അത് മന്ത്രത്തരായിരുന്നു. അത് യക്ഷിക്കല്ലേ അറിയാം. കത്തനാർക്ക് മനസ്സിലായി. കത്തനാർ അപ്പോൾ യക്ഷിയെ തിരക്കി ആവാഹന മന്ത്രം ജപിച്ചുകൊണ്ട് ആവാഹിക്കാനായിട്ട് നോക്കി നടന്ന് ഇവിടെ അക്കരെ മാന്നാത്ത് ഇപ്പോഴത്തെ പന്നായി പാലത്തിന് അവിടെ വന്നപ്പോൾ യക്ഷി പാലം തകർത്ത്. അന്ന് തടിപ്പാലമുണ്ട്. ഇപ്പോഴത്തെ കോൺക്രീറ്റ് പാലത്തിന് സ്ഥാനം തടിപ്പാലമുണ്ട്. തടിപ്പാലം തകർത്തിട്ട് യക്ഷി ഇക്കരയാടി. കത്തനാർക്ക് മനസ്സിലായത് യക്ഷിയുടെ പണിയാണ്. അപ്പോൾ അവിടെ നിന്നപ്പോൾ കത്തന ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരാളെ കണ്ടു. അയാളുടെ പേര് പന്നായിക്കടവൻ കുഞ്ഞാമ എന്ന. കുഞ്ഞാമ്മയുടെ കത്തനാരെ ആവശ്യപ്പെട്ട് എനിക്കൊരു ട്യൂഷനിൽ തരും. അയാൾ ട്യൂഷനിൽ കൊടുത്തു. ആ ട്യൂഷനിൽ കയറി കത്തനാരെ പമ്പയാറിന് ഇക്കര വന്നു. കത്തനാരെ അടയോഗം സിദ്ധി ചെയ്ത ആളായിരുന്നു. അടയോഗികൾക്ക് അങ്ങനെ പറ്റും. വെള്ളത്തിന് മുകളിൽ വന്ന് രക്ഷിതരൊക്കെ നടക്കാനും ഓടാനും. അങ്ങനെ കത്തനാരെ ഇക്കര വന്നപ്പോൾ കത്തനാർക്ക് മനസ്സിലായി ഇനി ആവാഹനം കൊണ്ട് രക്ഷയില്ല. ഈ യക്ഷിയെ ബന്ധിക്കാനൊക്കത്തില്ല. അതിന് അക്ഷയബന്ധന മന്ത്രം ജീവിക്കാൻ തുടങ്ങും. അത് കയറ് കൊണ്ട് കിട്ടുന്ന പോലെ കെട്ട അക്ഷയബന്ധനം, ഒരിക്കലും ക്ഷയിക്കാത്ത ബന്ധന മന്ത്രമാണ്. അത് ചോദിച്ചപ്പോൾ ഇത് ഇത്രകാലം ധരിച്ചില്ല യക്ഷിയൊക്കെ. യക്ഷിക്ക് മനസ്സിലായി കത്തനാർ ഇപ്പോൾ എന്നെ പിടിച്ച് കിട്ടും. പടിഞ്ഞാറ് നടയിൽ പനയുണ്ട്. കരിമലയുടെ മേളിൽ കയറിയിട്ട് യക്ഷി നിലവിളിച്ചു. അമ്മയെ രക്ഷിക്കണമെന്ന് പറഞ്ഞ യക്ഷി നിലവിളിച്ചപ്പം കത്തനാർ മന്ത്രം ജപിച്ചുകൊണ്ട് പനയെടുത്ത് വന്നപ്പോഴത്തേക്ക് ഭഗവതി അശരീരമുണ്ടായി. എൻ്റെ സൗദത്യമൊന്നും എന്നെ ആശ്രയിച്ചു. അമിത കാമാസക്തി കൊണ്ട് ശാപം കിട്ടി ദേവകന്യ യക്ഷിയായിട്ട് പോയതാണ്. അല്ലാതെ പണ്ടേ യക്ഷിയല്ല. അമിത കാമാസക്തി കാരണം ശാപം കിട്ടി യക്ഷിയായിട്ട് പോയ ദേവകന്യ പരിവർത്തനം. അതുകൊണ്ട് എൻ്റെ സൗദത്യമൊന്നും എന്നെ ആശ്രയിച്ചു. ഇനിയുള്ള കാലം എൻ്റെ ദാസിയായിട്ട് ഇവിടെ കുടിയുള്ളൂ. അവളെ കൊണ്ട് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാകത്തില്ല. കത്തനാരെ പൊക്കുന്നു. അപ്പോൾ ഭഗവതിയുടെ ശബ്ദം നേരിട്ട് കേൾക്കാനൊത്തു. കാണാനൊത്തില്ലെങ്കിൽ ശബ്ദം കേട്ടല്ലോ. ആ സന്തോഷത്തിൽ മതി പറയുന്നത് കത്തനാരെ പോയി. ആ യക്ഷിയായ ഇതിങ്ങനെ ദേവസ്വത്തിൽ ഇങ്ങനെ നടക്കുക. ആ ഭഗവതിയുടെ ദാസിയായിട്ട് ഇവിടെ നിൽക്കില്ലേ. അപ്പോൾ ഒടുവിൽ ദേവപ്രശ്നം നടത്തിയപ്പോൾ 18 വർഷം മുമ്പ് പറഞ്ഞു, യക്ഷിയല്ലയോ ഇങ്ങനെ വിട്ടേക്കുന്നത് ശരിയല്ല, ഇരിപ്പിടം കൊടുക്കണം. അങ്ങനെ ഉപദേവത സ്ഥാനം കൊടുത്തു. ചെറിയ അമ്പലം പണിഞ്ഞ് തന്ത്രിയത്തെയും വന്നെല്ലാം പൂജ നടത്തി പ്രാണപ്രതിഷ്ഠയൊക്കെ നടത്തി. ഇവിടെ പ്രതിഷ്ഠ കഴിച്ചിട്ട് അധികം കാലമായില്ല അല്ലേ? ഇല്ല, ഒരു 14-15 വർഷം അത്രേ ഉള്ളൂ. അത്രേ ആയിട്ടുള്ളൂ. യക്ഷിയുടെ ഇപ്പോൾ യക്ഷി പൂജ നടക്കുന്നു. ഇപ്പോൾ 2 നേരം പൂജയുണ്ട്. രാവിലെ ഉച്ചപൂജ കഴിഞ്ഞാൽ നട അടയ്ക്കും. ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ യക്ഷി പൂജ നടത്തുന്നുണ്ട്. വെള്ളിയാഴ്ചയൊക്കെ ഒരുപാട് പേര് യക്ഷി പൂജ എഴുതുന്നുണ്ട്, നടത്തുന്നുണ്ട്.
അവർക്ക് പ്രയോജനം ഉണ്ടായിട്ടല്ലേ പിന്നെ ചെയ്യുന്നത്. അതാ സി വി രാമപിള്ളയുടെ മാർത്താണ്ഡവർമ്മ നോവലിൽ പറയുന്ന കല്ലിയങ്കാട്ട് നീലിയാണ് ഈ യക്ഷി. പിന്നെ ഇവിടെ കുളപ്പുര യക്ഷിയും കുടുംബേശ്വരത്തെ യക്ഷിയൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഒന്നും കാര്യം എനിക്കറിയത്തില്ല. അവർക്ക് ഇപ്പോഴും എവിടെയാണെന്ന് എന്തോ സ്ഥാനം കൊടുത്തിട്ടില്ല. കാഞ്ഞിരക്കാട്ട് കാവിലെ യക്ഷി, കുളപ്പുര യക്ഷിയൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് എവിടെയാണെന്ന് ഇപ്പോൾ എനിക്ക് പോലും അറിയില്ല. അപ്പോൾ അതുമായി അറിഞ്ഞിരിക്കേണ്ടത്. ഇവിടെ 4 തരമാണ് ഗുരുജി. നിത്യം നടക്കുന്ന ഗുരുജി കൈവെട്ട ഗുരുജി എന്ന് പറയും. കൈവെട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത്രയും നീളം, ഇവിടെ ഇങ്ങനെ റൗണ്ടൊരു പാത്രം, ആ പാത്രത്തിലൊക്കെ കിഴക്കൻ നട ശ്രീചക്രത്തിലോട്ട് ചെയ്യുന്ന ഗുരുജിയാണ് കൈവെട്ട ഗുരുജി. കിഴക്കൻ നട ദേവി വിഗ്രഹത്തിലോട്ട് പൂജാർച്ചന ആവശ്യമൊന്നുമില്ല, എല്ലാം ശ്രീചക്രത്തിലോട്ട്. ശ്രീചക്രത്തിലോട്ട് ചെയ്യുന്ന ഗുരുജിയാണ് കൈവെട്ട ഗുരുജി. അതാ ശ്രീചക്രപ്രിയ ബിന്ദു ദർപ്പണവരാം ശ്രീ രാജരാജേശ്വരി എന്ന് പറയും. പുഷ്പാഞ്ജലി ദിവസം നടക്കുന്ന ഗുരുജി കൈവെട്ട ഗുരുജി. പിന്നെ മരത്തിൻ ചൂട്ടി ഗുരുജി ചൊവ്വ വെള്ളി ഞായർ ദിവസം നടക്കും. 1500 രൂപയുടെ വഴിപാട്. ആ മരത്തിൻ ചൂട്ടി, ആ ഗുരുജിപ്പുര കരിങ്കാളി കുരുങ്കാളി പൂതക്കാളി എന്നീ അമ്പലത്തിൻ്റെ തൊട്ട് പുറകിലത്തെ മരത്തിൻ്റെ ചൂട്ടി നടക്കുന്ന ഗുരുജി മരത്തിൻ ചൂട്ടി ഗുരുജി. അത് ഒരാഴ്ച മുമ്പ് പറഞ്ഞാലും ബുക്ക് ചെയ്യും. അതാണ് അമ്പലത്തിൻ്റെ പുറകിലൊരു ചെറിയൊരു ഗേറ്റിലൊരു ചെറിയ വാതിൽ വെച്ചിരിക്കുന്നത്. അതെ, അവിടെയാണ് മരത്തിൻ ചൂട്ടി ഗുരുജി. അത് 1500 രൂപ. പിന്നുള്ളത് വലിയ ഗുരുജി 4500 രൂപ ഇന്നടത്ത് രസീത് എഴുതിയ 2024 വരെ കഴിഞ്ഞു. ഇനി 25 ഫസ്റ്റിലേക്ക് കിട്ടും. പിന്നുള്ളത് കെട്ടിവിധാന ഗുരുജി 15000 രൂപ രസീത്. അവിടെ മുഴുവൻ കെട്ടി വിധാനിച്ച് കുരുത്തോലയും മാവലയും ആലിലേക്ക് കൊണ്ട് കെട്ടി വിധാനിച്ച് 10 പഴക്കലൊക്കെ തുണി കെട്ടി തൂക്കി ആ ഗുരുജിപ്പുര മൊത്തം ഒരുക്കും. എന്നിട്ടുള്ളതാണ് കെട്ടി വിധാന ഗുരുജി. അത് 15000 രൂപ രസീത്. അതിന് മേളക്കാരെയൊക്കെ നമ്മൾ പുറത്തുനിന്ന് വിളിക്കും. അങ്ങനെ ഗംഭീരമായിട്ടാണ് അങ്ങനെയുള്ള വഴിപാട്. പിന്നുള്ളത് 10000 രൂപയുണ്ട് അകത്ത് നടക്കുന്ന മഹാചാന്താട്ടം. അതൊരാഴ്ചയെങ്കിലും മുമ്പ് പറയണം. എന്നും നടക്കുന്ന ചാന്താട്ടം 1500 രൂപയുടെ. പിന്നെ തിരുവാതിര പൂജ, മൃത്യുഞ്ജയ ഹോമം, അങ്ങനെയുള്ള പൂജ 500 രൂപയുടെയൊക്കെ 250 ഒക്കെ പരിപാടികൾ. പുഷ്പാഞ്ജലിയുടെ 75 രൂപയുടെയൊക്കെ ദിവസമുണ്ട് അർച്ചനകളൊക്കെ. പിന്നെ കുത്തിയോട്ടം ഇവിടെ ഉണ്ട്. ഏറ്റവും പ്രധാന വഴിപാട് കുത്തിയോട്ടം. അത് ലക്ഷങ്ങളുടെ ചിലവുണ്ട്. അത് വർഷങ്ങൾ ഒരിക്കൽ വിഷുവിന് മാത്രമേ ഉള്ളൂ. 10 ദിവസം മുമ്പ് വഴിപാട് നടത്തുന്നവരുടെ വീട്ടിലോ അവർ പറയുന്നിടത്തോ നിർദ്ദേശിക്കുന്നിടത്തോ താളം ചവിട്ടും. 10ാം ദിവസം ഇവിടെ വന്ന് പാടി ഇവിടെ വന്നിട്ട് ക്ഷേത്രത്തിന് വരത്ത് വെച്ച് ഇവിടെ വടക്കേണ്ട വെച്ച് വെള്ളിനൂല് കുത്തിയോട്ടം എന്നല്ലേ പറയുന്നത്. ആ കുത്തിയോട്ടത്തിന് വഴിപാട് നേർന്നേക്കുന്ന ബാലിനെ വെള്ളിനൂല് കുത്തും. അതിൻ്റെ ഉത്തരവാദികൾ ഇപ്പോൾ ആ തട്ടാന്മാരവിടെ കാണും. ആ സമയത്ത് ഭസ്മം വരട്ടി തിരുമ്മിയിട്ട് വെള്ളിനൂല് കുത്തും. അതാ കുത്തിയോട്ടം. എന്നിട്ട് അവിടെ അമ്പലത്തിന് ദർശനം വെച്ചിട്ട് ഇവിടെ വന്ന് പോയി വരുവാൻ അനുവാദം തന്നേക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ പള്ളിയുടെ ഭാഗത്ത് പുണ്യസ്ഥാനത്ത് വന്ന് പാടി തിരിയും. അതാണ് ഇവിടുത്തെ വഴിപാടുകൾ. മാർത്താണ്ഡവർമ്മ കണ്ടൻ ആദിശർക്ക് പതിച്ചു കൊടുത്ത കാട് പിടിച്ചു കടന്ന പനയന്നാർക്കാവ് പുനരുദ്ധരിക്കാൻ കണ്ടൻ ആദിശർ തീരുമാനിച്ചു. ജോലിക്കാർ കാട് വെട്ടി തെളിക്കുന്ന സമയം ഒരു കല്ലിൽ തൂമ്പ കൊണ്ടതും രക്തം പ്രവഹിക്കാൻ തുടങ്ങി. സകലരും പരിഭ്രാന്തരായി നിൽക്കുന്ന സമയം ഒരു വെളിച്ചപ്പാട് ചിലമ്പും വാളുമൊക്കെ ധരിച്ച് അട്ടഹസിച്ചുകൊണ്ട് അവിടെ എത്തി. തുള്ളി ഉറഞ്ഞുകൊണ്ട് മഹാദേവനും ഭദ്രകാളിയും സപ്തമാതൃക്കളും വീരഭദ്രനും ഗണപതിയുമൊക്കെ നിത്യസാന്നിധ്യമരുളുന്ന പവിത്രമായ സങ്കേതമാണിത്. ഇവിടെ വെട്ടിത്തെളിച്ച് സർവനാശം വരുത്തരുത്. മഹാക്ഷേത്രമായി ഉയർത്തുകയാണ് വേണ്ടത്. ആ വെളിച്ചപ്പാട് ആദിശരെ കാട്ടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കാട്ടിനുള്ളിൽ മറഞ്ഞു കിടന്നിരുന്ന ക്ഷേത്രഭാഗങ്ങൾ ഓരോന്നും കാണിച്ചു കൊടുത്തു. പിന്നീട് പ്രശസ്ത ജ്യോതിഷന്മാരായിരുന്ന കൊടുന്തറ ആശാനെയും ഇരമല്ലിക്കര കേശുവിനെയും വിളിച്ചു വരുത്തി ദേവപ്രശ്നം നടത്തി. മുമ്പുണ്ടായിരുന്ന പനയന്നാർക്കാവിൻ്റെ വിശദ വിവരങ്ങൾ ഈ പ്രശ്നത്തിൽ തെളിയുകയും പ്രശ്നപരിഹാരമായി കുറച്ച് കാര്യങ്ങൾ അവർ നിർദ്ദേശിക്കുകയും ചെയ്തു. വെട്ടുകൊണ്ടത് നന്ദികേശ വിഗ്രഹത്തിനായിരുന്നു. തകർന്നുപോയ ക്ഷേത്രഭാഗങ്ങൾ പുനരുദ്ധരിക്കണം. മുടങ്ങിപ്പോയ ചാന്താട്ടവും മറ്റു കർമ്മങ്ങളുമൊക്കെ പുനരാരംഭിക്കണം. അതിനു മുൻപ് കിഴക്കേ നടയിലെ ഭഗവതിക്കായുള്ള മഹാഗുരുതി പുറത്തെ കരിങ്കാളിയുടെ മുൻപാകെ നടത്തണം. അതിനായി 101 പൂവൻകോഴികളെയും 11 മുട്ടനാടുകളെയും ഒരു കന്യകയെയും ബലിയർപ്പിക്കണം. കൂടാതെ 11 കുമ്പളങ്ങ കഷ്ണങ്ങളാക്കിയും ബലിയർപ്പിക്കണം. കന്യകയെ ബലിയർപ്പിക്കണം എന്ന് കേട്ടതോടുകൂടി ആദിശർക്ക് വിഷമമായി. ജ്യോത്സ്യന്മാർ തുടർന്നു, ബലിക്കുള്ള കന്യകയെ തേടി വിഷമിക്കേണ്ട. സമയമാകുമ്പോൾ ഒരു കന്യക സ്വയം ഇങ്ങോട്ട് എത്തിക്കൊള്ളും എന്ന് തന്നെയാണ് പ്രശ്നത്തിൽ കാണുന്നത്. പിന്നീട് പറമ്പൂരിലത്തെ ഭട്ടതിരിയെ വരുത്തി ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ക്ഷേത്രത്തിന് പഴയ ഐശ്വര്യവും ആ ഒരു അഭിവൃദ്ധിയും കൈവരും. പ്രശ്നവിധി അനുസരിച്ച് ക്ഷേത്രം കാട് വെട്ടിത്തെളിച്ച് പുനരുദ്ധാരണം കഴിഞ്ഞ് ചാർത്തിൽ പറഞ്ഞ ഗുരുതിയും ബലികർമ്മങ്ങളുമൊക്കെ നടത്തി.
ഒന്നാം ദിവസം കോഴികളെയും 2-ാം ദിവസം 10 മുട്ടനാടുകളെയും ബലി കൊടുത്തു. 3-ാം ദിവസം 11-ാമത്തെ മുട്ടനാടിനെയും ബലി കൊടുത്ത് വെളിച്ചപ്പാട് തുള്ളി ഉറഞ്ഞ് ബലി കൊടുക്കാനുള്ള കന്യകയെ നോക്കി നിൽപ്പായി. കന്യകയെ ബലി കൊടുത്തില്ലെങ്കിൽ അതുവരെ ചെയ്ത കർമ്മങ്ങളെല്ലാം വെറുതെയാവും. അങ്ങനെ എല്ലാവരും അക്ഷമയോടെ നോക്കി നിൽക്കുമ്പോൾ പമ്പയാറ്റിൽ കുളിച്ചു കയറി ഈറനോടെ തലമുടി കെട്ടിവെച്ച് ചെത്തിപ്പൂമാലയും രക്തചന്ദ്രൻ കുറിയുമൊക്കെ അണിഞ്ഞ് ഒരു കന്യക ദേവീകീർത്തനങ്ങളും ചൊല്ലി പടിഞ്ഞാറേ നടയിലൂടെ കയറി വന്നു. കന്യകയെ കണ്ട ആദിശർ ഞെട്ടിപ്പോയി. കണ്ടൻ ആദിശരുടെ അനന്തരവൾ കാളിയായിരുന്നു അത്. ആ കന്യക ആരെയും ശ്രദ്ധിക്കാതെ കൈകൾ കൂപ്പിക്കൊണ്ട് ബലിക്കല്ലിൽ കഴുത്തുവെച്ച് ദേവിയെ സ്തുതിച്ചുകൊണ്ട് കടന്നു. വെളിച്ചപ്പാട് ബലി കൊടുക്കാനായി വാളുയർത്തിയതും ആ കന്യക പൊട്ടിത്തിരിച്ചു. പെട്ടെന്ന് അവിടെ ഒരു അശരീരി ഉണ്ടായി. ഇവളെ വെട്ടേണ്ട, ഇവളുടെ രക്തം എനിക്ക് വേണ്ട, ഇവളുടെ ഭക്തി എന്നെ സംതൃപ്തയാക്കിയിരിക്കുന്നു, ഇവളെൻ്റെ ആശ്രിതയായി വരും കാലം ഇവിടെ കഴിഞ്ഞുകൊള്ളട്ടെ. എല്ലാവർക്കും അത് കേട്ട് സമാധാനമായി. വെളിച്ചപ്പാട് വാൾ പിൻവലിച്ചു. ബോധം കെട്ട് കിടന്നിരുന്ന കന്യകയെ ആളുകൾ താങ്ങിയെടുത്ത് കൊണ്ടുപോയി വേപ്പിലമേൽ കിടത്തി. തുടർന്ന് കുമ്പളങ്ങ മുറിച്ച് കർപ്പൂരമൊഴിഞ്ഞ് വെളിച്ചപ്പാട് ഗുരുതി പൂർത്തിയാക്കി. പിന്നീട് ചാന്താട്ടവും മറ്റു പരിഹാരങ്ങളുമൊക്കെ പൂർത്തിയാക്കി. ആദ്യകാലങ്ങളിൽ അടികൾ, ഭട്ടാരകന്മാർ എന്നിവരായിരുന്നു ഇവിടുത്തെ പൂജകൾ ചെയ്തിരുന്നത്. ഭഗവതീകോപം ഭയന്നും കൗളമാർഗത്തിലുള്ള ആരാധനകൾ തുടർന്നു പോന്നതിനാലും ബ്രാഹ്മണരാരും ഇങ്ങോട്ട് വരാനും താമസിക്കാനും പൂജകൾ ചെയ്യാനുമൊന്നും തയ്യാറായിരുന്നില്ല. വളരെ കാലം മൃഗബലിയും മറ്റുമൊക്കെ തുടർന്നു പോന്നു. 1113 നിയമം മൂലം ജന്തുബലി നിർത്തലാക്കുകയും ഇവിടുത്തെ പള്ളിയറ ഭഗവതിക്ക് കള്ളും അടയുമൊക്കെ നിവേദിക്കുന്ന പതിവുമൊക്കെ നിർത്തലാക്കിയതോടെ പിന്നീട് നമ്പൂതിരിമാരുമൊക്കെ വന്ന് പൂജകൾ നടത്താൻ തുടങ്ങി. ഇനിയും ഒരുപാട് കഥകൾ ഈ ക്ഷേത്രത്തെപ്പറ്റി പറയാനുണ്ടെങ്കിലും തൽക്കാലം ഇവിടെ നിർത്തുന്നു. ഇവിടെയുള്ള ആദിശർ കുടുംബത്തിൻ്റെ പൂർണ്ണ അവകാശത്തിലുള്ള ഈ ക്ഷേത്രം അവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു കമ്മിറ്റിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണകാര്യങ്ങൾ നടത്തിപ്പോരുന്നത്. ഇത്തരമൊരു മഹാക്ഷേത്രത്തിൻ്റെ ഐതിഹ്യമായതുകൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്ന കഥകളിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതറിയാവുന്നവർ ദയവായി ക്ഷമിക്കുക, ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുക. ഈ ഒരു മഹാക്ഷേത്രത്തിൻ്റെ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക. വീണ്ടും പുതിയൊരു അധ്യായവുമായി കാണാം.